ജനവിധി അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. പാലക്കാട്, വയനാട്, ചേലക്കര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 8 മണി മുതൽ. ആദ്യ ഫലസൂചനകൾ 8:30-യോടെ. സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസ്. പാലക്കാട്ടെ വാശിയേറിയ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ UDF. പി സരിനിലൂടെ അട്ടിമറി വിജയം നേടുമെന്നുറച്ച് LDF. ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ NDA. വയനാട്ടിൽ വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ UDF. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുമോ എന്നതിൽ ആകാംക്ഷ. വിജയപ്രതീക്ഷ കൈവിടാതെ LDF. പ്രകടനം മെച്ചപ്പെടുത്താൻ BJP. ചേലക്കരയിലെ ചുവന്ന കോട്ട നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. അടിയൊഴുക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച UDF. വിജയപ്രതീക്ഷ കൈവിടാതെ NDAയും. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന്. മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച മഹായുതി സഖ്യം. വിജയപ്രതീക്ഷയിൽ മഹാവികാസ് അഘാഡി സഖ്യം. ജാർഖണ്ഡിൽ തുടർഭരണം പ്രതീക്ഷിച്ച് JMM. കേരളം തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്നു. ആ കണ്ണും നട്ടുള്ള കാത്തിരിക്കലിന് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾക്ക് വോട്ടെണ്ണൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ആ വോട്ടെണ്ണൽ എങ്ങനെയാണ് ആരംഭിക്കാൻ കഴിയുക? രാവിലെ 8 മണിക്കല്ലേ വോട്ടെണ്ണൽ ആരംഭിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അതിന് മുൻപേ തന്നെ എണ്ണിക്കൊണ്ടിരിക്കാം, എണ്ണം തുടങ്ങാം. കാരണം നമ്മളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ വോട്ടെണ്ണലിന് തൊട്ട് മുമ്പുള്ള ഈ 2 മണിക്കൂറുകൾ എന്ന് പറയുന്നത് കണക്കുകൾ, സാധ്യതകൾ അതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും അവസാനത്തെ സാധ്യതകൾ വെച്ചുകൊണ്ട് ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപുള്ള അതിൻ്റെ രാഷ്ട്രീയ ആകാംക്ഷയെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുക എന്നതാണ് ഈ നിമിഷങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുക. പാലക്കാട്, ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടുകൾ എണ്ണിത്തുടങ്ങാൻ നിമിഷങ്ങളുടെ വേഗം ഉള്ള 2 മണിക്കൂറിൽ താഴെ മാത്രം സമയം ബാക്കിയുള്ളപ്പോൾ കേരള വിഷൻ ന്യൂസ് അതിന് മുൻപ് തന്നെ കണക്കുകൾ, ചരിത്രം, യാഥാർത്ഥ്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് സാധ്യതകളുടേതായ വോട്ട് എണ്ണിത്തുടങ്ങുകയാണ് ഈ നിമിഷം. അത് പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. പാലക്കാട് BJP ചരിത്രം സൃഷ്ടിക്കുമോ എന്നുള്ള ചോദ്യം, അതോ UDF ചരിത്രം നിലനിർത്തുമോ എന്നുള്ള ചോദ്യം, അതോ CPM സരിനിലൂടെ അത്ഭുതം സൃഷ്ടിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ. എന്തായാലും കൂറുമാറ്റങ്ങളുടെ വലിയ ആൾമാറാട്ട കാഴ്ചകൾ ഉണ്ടായിരുന്നു പാലക്കാട്. ആ ആൾമാറാട്ട കാഴ്ചകളെ വോട്ടർമാർ എങ്ങനെ പ്രതികരിച്ചായിരിക്കും ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നറിയുന്നതിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയേയുള്ളൂ. വോട്ടെണ്ണലിനേക്കാൾ വേഗത്തിൽ വോട്ടെണ്ണുന്നവരാണ് രാഷ്ട്രീയക്കാർ എന്ന തോന്നലുണ്ടാക്കിയ കള്ളപ്പണ വിവാദങ്ങൾ, ആരോപണങ്ങൾ, നോട്ട് രാഷ്ട്രീയത്തോടുള്ള എതിർപ്പായി അതെല്ലാം വോട്ടുകളായിട്ടുണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ പോകുന്നു. രമ്യ ഹരിദാസ് അടക്കമുള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പാട്ടും പാടി ജയിക്കാമെന്ന ചിലരുടെ മോഹങ്ങൾ ആ മോഹങ്ങളായി തന്നെ സഫലത നേടുമോ അതോ വ്യാമോഹങ്ങളായിട്ട് മാറുമോ? ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ടാകുമോ അതോ ഭരണാനുകൂല തരംഗമുണ്ടാകുമോ? സഹോദരനെ സഹായിക്കാൻ സഹോദരിക്ക് ഭൂരിപക്ഷ വോട്ട് നൽകിയിട്ടുണ്ടാകുമോ അതോ കെട്ടിയേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പിനോടുള്ള വികാരവും വെറുപ്പും ഈ വോട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകുമോ? എല്ലാറ്റിലേക്കുമുള്ള ദൂരം എന്ന് പറയുന്നത് രാവിലെ 8 മണിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ എന്ന് പറയാൻ കഴിയില്ല. അതിനെ നമ്മൾക്ക് നിമിഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് ചുരുക്കാം. മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ ഏതോ ദൂരത്താണെന്ന് തോന്നൽ വരും. ആ മണിക്കൂറുകൾ മാത്രം എന്നതിനെ നിമിഷങ്ങൾ മാത്രം എന്ന് നമുക്ക് ചുരുക്കേണ്ടി വരുന്നു. കാരണം ഇനിയുള്ള ഈ 2 മണിക്കൂറിൽ താഴെയുള്ള സമയം പെട്ടെന്ന് പോയി തീരും. വോട്ടെണ്ണലിൻ്റെ കൗണ്ട് ഡൗൺ ആ രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു റോക്കറ്റിൻ്റെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. പാലക്കാട് പിടിച്ചെടുക്കാം എന്ന കണക്കുകൂട്ടലിലാണ് NDA. LDF അതേപോലെ തന്നെ ആ 2 മുന്നണികൾ അതേപോലെ തന്നെ പാലക്കാടും വയനാടും നിലനിർത്താൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. ചേലക്കര പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുമ്പോൾ നിലനിർത്താൻ ആകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF. ദേശീയ തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇന്ന് അറിയാം. മഹാരാഷ്ട്രയിൽ തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മഹായുതി സഖ്യവും. അതേസമയം ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മഹാവികാസ് അഘാഡി സഖ്യവും. ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ തന്നെ MLA-മാരെ ഹോട്ടലിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ മഹാരാഷ്ട്രീയത്തിൽ ഇരു മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം വയനാട്ടിലേക്ക്.
വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 3 ഇടങ്ങളിലായാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുള്ളത്. വയനാട് ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ കൽപ്പാറ SKMJ സ്കൂളിലും മലപ്പുറം ജില്ലയിലെ വോട്ടുകൾ നിലമ്പൂർ അമൽ കോളേജിലുമാണ് നടക്കുക. കൂടത്തായി സെന്റ് മേരീസ് LP സ്കൂളിലാണ് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെട്ട ബൂത്തുകളിൽ വോട്ടെണ്ണൽ നടക്കുക. അതേസമയം പോസ്റ്റൽ വോട്ടുകൾ കൽപ്പറ്റയിൽ തന്നെയായിരിക്കും എണ്ണുക. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ഇനി സൂചിപ്പിക്കുന്നു. അത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിവിടങ്ങളിലെ വോട്ടുകളാണ് കൽപ്പറ്റയിൽ എണ്ണുക. ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ നിലമ്പൂരും തിരുവമ്പാടി മണ്ഡലത്തിലെ വോട്ടുകൾ കൂടത്തായി സ്കൂളിലും എണ്ണും. ഓരോ ഇടത്തും 14 വീതം ടേബിളുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇനി പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് നടക്കുക. രാവിലെ 8 മണിക്ക് അവിടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം എണ്ണുന്നത് തപാൽ വോട്ടുകളായിരിക്കും. ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്മാർ, മൈക്രോ ഒബ്സർവർമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ, നിരീക്ഷകർ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുകൾ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോറിറ്റി ലെറ്റർ ലഭിച്ച മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനമുണ്ടാവുക. വോട്ടെണ്ണലിന് വേണ്ടി വിക്ടോറിയ കോളേജിൽ ഒരു ഹാളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് 5 ടേബിളുകളും സർവീസ് വോട്ടുകളുടെ കവറിൽ രേഖപ്പെടുത്തിയ QR കോഡ് റീഡ് ചെയ്യുന്നതിന് മറ്റ് ടേബിളുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയമാകുമ്പോൾ സ്ട്രോങ് റൂം തുറക്കും. റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും സ്ട്രോങ് റൂം തുറക്കുക. ലോഗ് ബുക്കിൽ എൻട്രി രേഖപ്പെടുത്തിയ ശേഷം വീഡിയോ കവറേജോടെയായിരിക്കും ലോക്ക് തുറക്കുക. ആദ്യം എണ്ണുക ഇലക്ട്രോണിക് ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും. ഈ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും അടുത്ത അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ എന്താണ് ഒരു സാധ്യതകൾ എന്നത് സൂചിപ്പിക്കുന്നതിലേക്കുള്ള ആദ്യത്തെ ചില ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ലഭിച്ച വോട്ടുകളുടെ എണ്ണം പരിഗണിക്കും. ആദ്യം QR കോഡ് റീഡർ ഉപയോഗിച്ച് PBMS കവറുകൾ തുറക്കും. ശേഷം ഈ കവറുകൾ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് ഒരുക്കിയ മേശകളിലേക്ക് എണ്ണുന്നതിന് വേണ്ടി കൈമാറുകയും ചെയ്യും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആ സാക്ഷ്യം ഇനി ഓരോ നിമിഷവും നമ്മുടെ മുന്നിലേക്ക് വലിയ ആകാംക്ഷയായിട്ട് മുന്നിലേക്ക് വരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം, ശക്തമായ ത്രികോണ മത്സരത്തിൽ BJP അട്ടിമറി വിജയം നേടാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. കോൺഗ്രസും BJPയും തമ്മിൽ കനത്ത പോരാട്ടമാണ് അവിടെ നടന്നത്. കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത P സരിനെ മുൻനിർത്തി മണ്ഡലം പിടിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചു. കേരള രൂപീകരണം മുതലുള്ള മണ്ഡലമാണ് ഈ മണ്ഡലം. വലതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണെങ്കിലും ഇടതുപക്ഷത്തെ പുണരാൻ മടി കാണിക്കാത്ത ഒരു മണ്ഡലം. ഇതുവരെ മണ്ഡലത്തിൽ നടന്നത് 16 തെരഞ്ഞെടുപ്പുകളാണ്. 11 തവണ വിജയം കോൺഗ്രസ് പക്ഷത്തിനായിരുന്നു. 6 തവണ അവിടെ ഇടതുപക്ഷത്തിന് ജയം നേടാൻ കഴിഞ്ഞു. മണ്ഡലം ഏറ്റവും കൂടുതൽ തവണ കൈവശം വെച്ചത് കോൺഗ്രസിലെ CA സുന്ദരമാണ്. 5 തവണ അദ്ദേഹം അത് കൈവശം വെച്ചു. അതായത് 1977 മുതൽ 1996 വരെ. CM സുന്ദരൻ കഴിഞ്ഞാൽ മണ്ഡലം രണ്ടാമത് കൂടുതൽ കൈവശം വെച്ചത് ഷാഫി പറമ്പിലാണ്. അത് 3 തവണയാണ്. 2011, 2016, 2021 എന്നീ വർഷങ്ങളിലാണ് അത്. BJPയുടെ വളർച്ചയാണ് ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. പാലക്കാട് നഗരസഭയും പെരിയാരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. 2 വട്ടമായി നഗരസഭ ഭരിക്കുന്ന BJPയും നഗരസഭയിലും പെരിയാരി പഞ്ചായത്തിലും ശക്തമായ അടിത്തറയുള്ള കോൺഗ്രസും കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ മേൽക്കൈയുള്ള ഇടതുപക്ഷവും എല്ലാ അടവും പുറത്തെടുത്തതോടെ ഈ മണ്ഡലം ആര് പിടിക്കും എന്നുള്ളത് പ്രവചനാതീതമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വോട്ടെണ്ണലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് പറയുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്ന നിമിഷങ്ങളിലായിരിക്കും. ആ വോട്ടെണ്ണൽ പ്രക്രിയയായിരിക്കും ഇന്നത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിനേക്കാളും ചേലക്കരയിലെ വോട്ടെണ്ണലിനേക്കാളും ഏറ്റവും അധികം ആകാംക്ഷ നിലനിർത്തുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ തന്നെയായിരിക്കും. കാരണം അത്രയധികം വലിയ വിവാദങ്ങളിലൂടെയും ക്ലൈമാക്സുകളിലൂടെയും ആൻറ്റി ക്ലൈമാക്സുകളിലൂടെയുമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പോയിട്ടുള്ളത്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച നിമിഷം മുതലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കൂറുമാറ്റങ്ങൾ, സരിൻ്റേതടക്കമുള്ള മാറ്റങ്ങൾ, സന്ദീപിൻ്റേതടക്കമുള്ള ഏറ്റവും ഒടുവിലത്തെ ആൾമാറാട്ടങ്ങൾ, ഇതെല്ലാം ഏത് രീതിയിലാണ് ഈ
വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് വോട്ടെണ്ണി കഴിയുമ്പോൾ വലിയ ആകാംക്ഷയും കൗതുകവും ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഫലങ്ങൾ വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഒപ്പം തന്നെ അവിടെ ഉണ്ടായ കള്ളപ്പണ വിവാദം, നീല ട്രോളി വിവാദം മറ്റൊരു ഭാഗത്ത് യാഥാർത്ഥ്യത്തിൽ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വലിയ ഒരു വെളിപ്പെടുത്തലുണ്ടാവുകയും ആ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ BJP പ്രതിരോധത്തിലാവുകയും ചെയ്ത പശ്ചാത്തലം, അത് കള്ളപ്പണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമല്ല ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും ഏതൊക്കെ രീതിയിൽ വലിയ സജീവമായ സാന്നിധ്യമായിട്ട് ഉണ്ട്, അതൊരു ഒളിച്ചു വയ്ക്കാവുന്ന ഒന്നല്ല എന്ന് സാമാന്യ ജനത്തിനും പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും വോട്ടർമാർക്കും പ്രത്യേകം മനസ്സിലായ ഒരു കാര്യമായിരുന്നു. അതിന് സമാന്തരമായിട്ട് തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നീല ട്രോളിയിൽ കള്ളപ്പണം കൊണ്ടുപോയി എന്നുള്ള വാദം CPIM മുന്നോട്ട് വയ്ക്കുകയും പിന്നീട് അതിനൊരു ഉത്തരവും കിട്ടാത്ത രീതിയിൽ അത് വായുവിൽ ലയിച്ചു പോവുകയും ചെയ്തുവെങ്കിൽ പോലും കള്ളപ്പണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നോട്ടെണ്ണൽ ആണ് വോട്ടെണ്ണലിനേക്കാളും പ്രധാനം രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതുകൊണ്ട് വോട്ടെണ്ണൽ എന്ന വാക്ക് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോട്ടെണ്ണൽ എന്ന വാക്കിനെ കുറിച്ചുകൂടി പാലക്കാട് മണ്ഡലം സൂചനകൾ തരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മണ്ഡലത്തിൽ ഇത്തവണത്തെ അടക്കം 4 തെരഞ്ഞെടുപ്പുകൾ നമ്മൾക്ക് ഇനി പരിശോധിക്കാം. പോളിംഗ് ശതമാനം 70-നും 72-നും ഇടയിലാണ്. ഇതിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട്, വസ്തുതയായിട്ട് നമ്മുടെ മുന്നിൽ കണക്കുകൾ വെച്ച് പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് വരുന്നത് കുറഞ്ഞ പോളിംഗ് ശതമാനം എന്ന് പറയുന്നതാണ്. അത് വയനാട്ടിലേത് മാത്രമല്ല, ചേലക്കരയിലേതും ഒക്കെ തന്നെ പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള കുറവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആ കുറവ് സംഭവിച്ചു എന്നുള്ളത് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്തേക്കാം. ആ രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള കുറവിലൂടെ പ്രകടമായപ്പോൾ ഇനി അത് പ്രകടമാകാൻ പോകുന്നത് വോട്ടെണ്ണലിലായിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇത്തവണ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അത് 70.51%. ഇത് 2021 അപേക്ഷിച്ച് 5% കുറവാണ് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾക്ക് ചേലക്കരയിലേക്കാണ് ഒന്നുകൂടി പോകേണ്ടത്. ചേലക്കരയിൽ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം മറ്റ് ഇടങ്ങളിലെ പോലെ തന്നെ ഇവിടെയും പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുക. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് 4 ടേബിളും ETPBMSന് 1 ടേബിളും EVM വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളും ഉൾപ്പെടെ ആകെ 19 ടേബിളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ടേബിളുകളിലും സഹവരണാധികാരിയുടെ നിയന്ത്രണമുണ്ടാകും. കൂടാതെ തെരഞ്ഞെടുക്കുന്ന 5 VVPAT മെഷീനുകളിലെ സ്ലിപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്തുക, അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള VVPAT കൗണ്ടിംഗ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ വോട്ടെണ്ണൽ ഹാളിലേക്ക് അവിടെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായിട്ടും വീഡിയോഗ്രാഫി ചെയ്ത് ചിത്രീകരിക്കുന്നതിനുള്ള നടപടികൾ അവിടെ സജ്ജമാണ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിനുള്ള കനത്ത സുരക്ഷാ ബന്ദോബസ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 3 തട്ടുകളിലായിട്ട് വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ ചുറ്റളവ് കാൽനട പ്രദേശമായിട്ട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഈ വോട്ടെണ്ണൽ പ്രക്രിയ വലിയ ആകാംക്ഷയോടുകൂടിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം തന്നെ ഇതിനെ വലിയ താല്പര്യത്തോടു കൂടി കാണാത്തൊരു വിഭാഗമുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കെട്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് കേരളത്തിലെ പൊതുജനത്തിൻ്റെ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നു. വോട്ടർമാർ അതിൽ കൂടുതൽ വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്നത്തെ ഈ വോട്ടെണ്ണൽ പ്രക്രിയയെ നമ്മൾ കാണേണ്ടത്. സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന ഒരു അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കേണ്ടതും ഉണ്ട്. നമ്മൾക്ക് ചെറിയൊരു ഇടവേള ഇപ്പോൾ അനിവാര്യമായിട്ട് വരുന്നുണ്ട്. ആ ഇടവേള കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ തിരികെ എത്തും. കേരള വിഷൻ ന്യൂസ് വോട്ടെണ്ണൽ ദിനം ഉപഫലം 2024 പവേഡ് ബൈ ICL Finco, the intelligent choice. പൈസ വേണ്ട.
കയ്യിൽ നയാ പൈസ വേണ്ട. എന്താ പറഞ്ഞ മുതലാളി? ഓക്സിജനിൽ നമുക്ക് വേണ്ട ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നയാ പൈസ വേണ്ട. 0 ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാം. അത് കൊള്ളാലോ മുതലാളി. അതാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ₹1 പോലും മുടക്കാതെ ഓക്സിജനിൽ നിന്ന് സ്വന്തമാക്കാം. 3 മിനിറ്റിനുള്ളിൽ പലിശരഹിത വായ്പാ സൗകര്യം. ഓക്സിജനിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നയാ പൈസ വേണ്ട. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. വാസവൻ ചേട്ടൻ വൈറലായി മാറി, ലീലമ്മ യൂട്യൂബറായി, ഹൈടെക്കായി കേരളം മാറി. എന്നാ സ്പീഡാ കേരള മിഷൻ. ഇന്ദിര ചേച്ചിക്കും ഇൻസ്റ്റ, ഇത് ഗോപാലൻ ചേട്ടന്റെ വ്ലോഗ, അയാന് ചേട്ടന്റെ FB, അതിൽ പോസ്റ്റെല്ലാം അപ്പൻ ഹിറ്റ. നാടാകെ ഇന്റർനെറ്റായി, സോ നാട്ടാർ മൊത്തം ഓണായി. കേരളം മാറും വേഗത്തിൽ മാറാനായി നാട്ടാർക്കായി നവകേരള പ്ലാൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി, എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലായിടത്തും ഇന്റർനെറ്റ്. കേരള വിഷൻ ന്യൂസ് വോട്ടെണ്ണൽ ദിനം. ഉപഫലം 2024 പവേഡ് ബൈ ICL Finco, the intelligent choice. സംസ്ഥാനത്തെ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെയും ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഈ നിമിഷങ്ങളെ എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലാണ് വോട്ടർമാർ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നറിയുന്നതിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഈ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിയുമ്പോൾ, ആദ്യ ഫലസൂചനകൾ 8:30 ലഭിച്ചു കഴിയുമ്പോൾ ആ ഫലസൂചനകളെ നമ്മൾക്ക് ഏത് രീതിയിൽ വിലയിരുത്താൻ കഴിയും? എന്തായാലും ഇന്ന് കൃത്യമായിട്ടുള്ള ഫലപ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ പോലും അത് കേരളത്തിലെ നിലവിലിരിക്കുന്ന സർക്കാരിനോടുള്ള, ഭരണപക്ഷത്തോടുള്ള, അവരുടെ ഭരണത്തോടുള്ള പ്രതികരണമാണോ, അത് എതിർപ്പാണോ, ഭരണവിരുദ്ധ തരംഗമാണോ, അതോ ഭരണാനുകൂല നിലപാടാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുമോ എന്നത് സംശയമാണ്. കാരണം അങ്ങനെ സർക്കാരിനെ വിലയിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള വിഷയങ്ങൾ അതാത് മണ്ഡലങ്ങളിൽ അതിനെ അതിക്രമിച്ചുകൊണ്ട് കടന്നു കയറി വരികയും അത് ഉടനീളം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് വന്നതുകൊണ്ട് ഇതിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും ആര് 3ാം സ്ഥാനത്തേക്ക് പോയാൽ പോലും അങ്ങനെയുള്ള പോക്കിന് കാരണം ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെയൊക്കെയോ ഒന്നൊന്നായിട്ടുള്ള കാര്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്ന കാരണങ്ങളാലാണ് ഈ വ്യക്തി തോറ്റത് അല്ലെങ്കിൽ ഈ വ്യക്തി ജയിച്ചത് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ആ വിഷയങ്ങൾക്ക് ഉപരിയായിട്ടുള്ള വലിയ വിവാദങ്ങൾ, ക്ലൈമാക്സുകളും ആൻറ്റി ക്ലൈമാക്സുകളുമായിട്ടുള്ള വിവാദങ്ങൾ വന്നു ചേർന്നു. അതുകൊണ്ട് അതാണോ പ്രതിപ്രവർത്തിച്ചത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് അവിടെ ചേലക്കരയിലും അതേപോലെ തന്നെ പാലക്കാട്ടും ഏതെങ്കിലും കാരണവശാൽ ആ 2 മണ്ഡലങ്ങളും CPIM-ന് ലഭിക്കുകയും LDF-ന് ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ തന്നെ അതിനെ എങ്ങനെ നമ്മൾക്ക് ആ നേട്ടം എങ്ങനെ ഉണ്ടായി എന്ന് എങ്ങനെ വിശദീകരിക്കാൻ കഴിയുമെന്നുള്ളത് സംശയകരമാണ്. കാരണം അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കെ തന്നെ ഈ അടിയൊഴുക്കുകൾക്ക് മുകളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവയോടുള്ള ജനത്തിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രതികരണം കൊണ്ടാണോ അത് സംഭവിച്ചത് അല്ലയോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാമെന്നല്ലാതെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയ അത്യന്തം സങ്കീർണമായ സംഭവ വികാസങ്ങളിലൂടെ പോവുകയും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർക്ക് അതിനെ ഇനം തിരിച്ച് അഴിച്ച് പരിശോധിച്ച് ഇന്ന കാരണങ്ങളാൽ ഇന്ന രാഷ്ട്രീയ കക്ഷികളിലെ ഇന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു എന്ന് കൃത്യമായിട്ട് എടുത്ത് പറയാൻ കഴിയാത്ത രീതിയിൽ വായുവിൽ നമ്മൾക്ക് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വിശകലനത്തിൻ്റെ ജാലവിദ്യ നടത്താം എന്നല്ലാതെ അതിനെ കൃത്യമായ വസ്തുതകൾ കൊണ്ട് പരിശോധിച്ച് സാമാന്യ ജനത്തിന്
ബോധ്യപ്പെടുന്ന രീതിയിൽ അതിനെ വിശകലനം ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് ചേരുന്നു. ഈ പറഞ്ഞ ഈ സങ്കീർണമായ ഒരു പ്രക്രിയ, സങ്കീർണമായ സംഭവവികാസങ്ങളുടെ ഒരു പ്രക്രിയ, ഈ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നു കഴിഞ്ഞാൽ പോലും ആ ഫലത്തിൻ്റെ അടിസ്ഥാന കാരണം ഇന്നതാണ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അതിനെ സങ്കീർണമാക്കുന്നുണ്ടോ ഡി ബിനോയ്? തീർച്ചയായും കേരള രാഷ്ട്രീയം വലുതായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് പൂർത്തിയായിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം വെറുപ്പിന്റെ കടയും ട്രോളി വിവാദവും സരിനും സന്ദീപും അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരിയതും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിമാറിയതുമൊക്കെ നമ്മൾ കണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മുന്നോട്ട് പോയതെന്ന് വ്യക്തമാണ്. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് തന്നെയാണ് എല്ലാവരുടെയും വളരെ ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുന്നതും പാലക്കാടിന്റെ വിജയത്തെക്കുറിച്ചാണ്. കാരണം പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ കേരളമാണ്. പ്രത്യേകിച്ചും അവിടെ BJP നടത്തിയിട്ടുള്ള പോരാട്ടം, ഒപ്പം LDF കിട്ടിയ നേട്ടം, UDF ഉണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ടാണ് വെറുപ്പിന്റെ കട എന്നൊരു വാക്ക്, ഒപ്പം ട്രോളിയിലെ കള്ളപ്പണം, ഇതൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യങ്ങളായിരുന്നു. കാരണം സന്ദീപ് വാര്യരായാലും ഒപ്പം തന്നെ സരിനായാലും തന്നെ അവർ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ചേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടാളും പറഞ്ഞു വെച്ചത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കട ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും രാഷ്ട്രീയ കാലുമാറ്റം നടത്തി. അതുകൊണ്ട് തന്നെ പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയപരമായി അത് നോക്കിക്കാണേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചും BJPയെ പോലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നിർണായകമായ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. പ്രത്യേകിച്ച് പാലക്കാടിലെ മുനിസിപ്പാലിറ്റി മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തുന്ന BJPയുടെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ അതേപടി നിലനിർത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ BJPയുടെ പ്രതീക്ഷകൾക്ക് വളരെ അധികം മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ അവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മാറി ചിന്തിക്കേണ്ടത് ഈ സമീപകാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ, ആ പടലപ്പിണക്കങ്ങളുടെ ചില തിരയിളക്കങ്ങൾ അവിടെ പാലക്കാട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിനോട് എന്ന വ്യക്തിയോട് ചില കോൺഗ്രസ് പോക്കറ്റുകളിൽ നിന്നുണ്ടായ വ്യക്തിപരമായ വിരോധം, ആ വിരോധം കൃത്യമായി ആര് മുതലാക്കി എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ ഒരു അനുയായിയെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു, അവിടേക്ക് കൊണ്ടുപോകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിരഞ്ഞെടുപ്പിൽ UDF ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് തന്നെ അനുയായികളെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒന്നായിരുന്നു. വയനാടിലായാലും ചേലക്കരയിലായാലും പാലക്കാടായാലും അതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു അനുയായി രാഷ്ട്രീയം കൂടി ഇവിടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയാൻ കഴിയും. ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, പോളിംഗ് ശതമാനത്തിലെ കുറവ്. സാധാരണഗതിയിൽ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒന്നും തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ന പാർട്ടിക്ക് അനുകൂലമാകും അല്ലെങ്കിൽ ഇന്ന മുന്നണിക്ക് അനുകൂലമാകും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അത് നമ്മൾ നേരത്തെയൊക്കെ തന്നെ കണ്ടതുമാണ്. ഇവിടെ കൃത്യമായ തരത്തിൽ 3 മണ്ഡലങ്ങളിലും 3 മുന്നണികളും വലിയ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഒപ്പം നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലിലേക്ക്, അല്ലെങ്കിൽ ഭരണപരമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എന്തുമാത്രം ആ ഭരണപരമായ നേട്ടങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ തന്നെ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വ്യക്തമായി പറയും. ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകും. കാരണം ഇടതുമുന്നണി യോഗം കൃത്യമായും ഓരോ മണ്ഡലങ്ങളിലും നടന്ന വോട്ടുകൾ അവരുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ഏതൊക്കെ മേഖലകളിൽ നിന്ന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഒരു ഇഴകീറിയുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ചേലക്കരയിൽ അവർ അമിതമായ വിശ്വാസം വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മന്ത്രി രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോയതിനു ശേഷം UR പ്രദീപ് എന്ന് പറയുന്ന, നേരത്തെ 2021 രാധാകൃഷ്ണൻ ഏകദേശം 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലമാണ്. അതിനു മുമ്പ് UR പ്രദീപ് അവിടുത്തെ പ്രതിനിധിയായിരുന്നു, നിയമസഭയിലേക്ക് എത്തിയ ആളാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ
അവർക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല ചേലക്കരയെ സംബന്ധിച്ചോളം. അതേസമയം ചേലക്കരയിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ തരത്തിൽ ഒരു മുന്നേറ്റം LDFന് അവിടെ നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കേവലം ഒരു 6000-നും 9000-നും ഇടയ്ക്കുള്ള ഒരു വോട്ട് പാർലമെന്റിൽ LDFന് അനുകൂലമായി ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഈ 39,000 എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം അതേപടി നിലനിർത്താൻ ഒരുപക്ഷെ LDFന് കഴിയില്ല എങ്കിൽ പോലും LDFന് കൃത്യമായി അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ ഇന്നലത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതേസമയം പാലക്കാടേക്ക് വന്നപ്പോൾ അത് കൃത്യമായി അവർ വിലയിരുത്തിയത് ഇങ്ങനെയായിരുന്നു. അതായത് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്നും അപ്പുറത്ത് ചില വോട്ട് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്നും അനുകൂലമായി വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അവരുടെ വിലയിരുത്തൽ, ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ UDFന്റെ ചില കേന്ദ്രങ്ങൾ, ശക്തി കേന്ദ്രങ്ങൾ LDFന് അനുകൂലമായി ചിന്തിക്കപ്പെടും. എന്നാൽ അതിന് തടയിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം BJPക്ക് പാലക്കാട് നടത്താൻ കഴിഞ്ഞു എന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും പെരിയാരി പഞ്ചായത്തും മാത്തൂരിലും കണ്ണാടിയിലുമൊക്കെ തന്നെ, പെരിയാരിലാണ് ഒരു പക്ഷേ UDFന് ഒരു മേൽക്കൈ കിട്ടാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശേഷം 10,000-ഓളം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ളതാണ് ഈ എല്ലാ മുന്നണികൾക്കും ഒരു ആശങ്കയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ആശങ്ക LDF കൃത്യമായി ചർച്ച ചെയ്തിരിക്കുന്നു. അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും, മറ്റു പഞ്ചായത്തുകളിൽ നിന്നും, കണ്ണാടിയിലും മാത്തൂരിൽ നിന്നുമൊക്കെ അത് LDFന് അനുകൂലമായി കിട്ടും. കാരണം UDFനകത്ത് നിലനിന്നിരുന്ന പടലപ്പിണക്കങ്ങൾ, പ്രത്യേകിച്ചും ഷാഫി പറമ്പലിനോടുണ്ടായിരുന്ന വ്യക്തിപരമായ വിദ്വേഷങ്ങൾ, അത് LDFന് അനുകൂലമാകുകയാണെങ്കിൽ സരിന് ഒരു 2000 മുതൽ 5000-നകത്തുള്ള ഒരു ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. അതേസമയം BJP അങ്ങനെയല്ല കാണുന്നത്. BJP മറിച്ച് ചിന്തിക്കുന്നു. UDFന്റെയും LDFന്റെയും ഭാഗത്ത്, പ്രത്യേകിച്ചും സരിൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, LDFിലേക്ക്, ഇടതുമുന്നണിയിലേക്ക് ചേക്കേറപ്പെടുന്നു. മറ്റ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടിയായ CPM എന്തുകൊണ്ടാണ് മറുചേരി ചാടി വന്ന ഒരാളിനെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്? അത്തരത്തിൽ ചിന്തിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ വോട്ട് ഒരു പക്ഷേ BJPക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം UDFനും ഭാഗത്ത് നിന്ന് അതൃപ്തരുടെ വോട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് അവിടെ നിന്നൊരു നിയമസഭയിലേക്ക് പാലക്കാട് എന്നൊരാളിനെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ BJPക്കുമുണ്ട്. UDF ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഈ ഭരണപരമായ പരാജയങ്ങൾ, ഒപ്പം ഒരു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിന് തൊട്ടു പിന്നാലെ മറ്റൊരു യുവാവിനെ, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞു. അത് വോട്ടായി മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം, ഈ UDFന്റെ കണ്ണ് പ്രധാനമായും മാത്തൂരും കണ്ണാടിയും ഉൾപ്പെടെയുള്ള മേഖലകളിലെ ചില മേഖലകളിലെ SDPI ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കൃത്യമായി വീണ് കഴിഞ്ഞാൽ, വലിയ ആ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ തരത്തിൽ ഒരു വിജയം ആഘോഷിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ UDFനുമുണ്ട്. അത്തരത്തിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന പാലക്കാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതുവരെയായി ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. BJP ആയാലും CPIM ആയാലും കോൺഗ്രസ് ആയാലും അത്തരത്തിൽ വലിയ ചർച്ച. ആദ്യം തുടങ്ങിയത് ട്രോളി വിവാദമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ മുറിയിൽ തങ്ങിയിരുന്ന വനിതാ നേതാക്കള് ഒക്കെ അവരുടെ മുറികളിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം, അത് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വന്നെങ്കിലും ആ വിവാദങ്ങളുടെ ആയുസ് വളരെ കുറഞ്ഞ ദിവസമായിരുന്നു. ഒരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ ആ വിവാദങ്ങൾ കെട്ടടങ്ങിയെങ്കിലും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ പ്രാദേശികമായ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കാൻ ഈ മൂന്ന് മുന്നണികൾക്കും അവിടെ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനിടയിൽ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിലേക്ക് നമുക്ക് പോകാം. പാലക്കാട്ടിൽ തന്നെ തുടരേണ്ടതുണ്ട്. പാലക്കാട്ടിനെ സംബന്ധിച്ചിട്ട് ഡി ബിനോയ് സൂചിപ്പിച്ച കാര്യങ്ങൾക്കൊപ്പം തന്നെ അവിടെ സന്ദീപ് വാര്യരുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ BJPയിൽ നിന്ന് ഉള്ള വരവ്, കോൺഗ്രസിലേക്കുള്ള വരവ്, അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മുമ്പേ നടന്ന ഒരു സംഭവമായിരുന്നുവെങ്കിൽ അതിനോട് മാനസികമായിട്ട് യോജിക്കാൻ അണികൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കാമായിരുന്നു, അതിനെ വിലയിരുത്താൻ കഴിയുമായിരുന്നു. അതനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാൻ വോട്ടർമാർക്ക് കഴിയുമായിരുന്നു. ഇത് അതിന് തൊട്ടു മുമ്പ് നടന്ന ആ സംഭവ വികാസത്തോടുള്ള ഏറ്റവും പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കണം ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നേരത്തെ തന്നെ സംഭവിച്ച ഒന്നാണെങ്കിൽ മാനസികമായിട്ട് രാഷ്ട്രീയമായിട്ട് അതിനെ ഏത് രീതിയിൽ വോട്ടാക്കി മാറ്റണം എന്ന് സമയമെടുത്ത് അണികളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ
കോൺഗ്രസിന് കഴിയുമായിരുന്നു, BJPക്കും കഴിയുമായിരുന്നു. ഇത് വളരെ ചുരുങ്ങിയ സമയത്ത് സംഭവിച്ച ആ കാര്യം ഏത് രീതിയിലായിരിക്കും ഈ ഒരു വോട്ടെടുപ്പ് പ്രക്രിയയെ സ്വാധീനിച്ചിട്ടുണ്ടാവുക, ഇന്ന് വോട്ടെണ്ണുമ്പോൾ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടാവുക? തീർച്ചയായും സന്ദീപ് വാര്യരെ സംബന്ധിച്ചോളം അയാൾ BJPയുടെ ഒരു കഴിവുള്ള നേതാവായിരുന്നു. പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന വക്താവായിരുന്നു. ഒരു തീപ്പൊരി പ്രസംഗത്തിന്റെ ഉടമയായിരുന്നു. എപ്പോഴും BJPക്ക് ഒരു പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കുവാൻ BJP ഒരു പക്ഷേ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനേക്കാൾ സന്ദീപ് വാര്യരെ മുന്നിട്ട് നിർത്തി പോരാടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ പറ്റിയത് ഈ സന്ദീപ് വാര്യർ വന്ന സമയം ഏകദേശം 5-6 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തപ്പെടുന്നത്. എന്നാൽ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ വിഷയം അവിടെയാണ് നമ്മൾ പറഞ്ഞത്, വെറുപ്പിന്റെ കടയിൽ നിന്നും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കടയിലേക്ക് ഒരു കൂടുമാറ്റം എന്നായിരുന്നു സന്ദീപ് വാര്യർ ഇതിനെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ പോലും ഇവിടെ സന്ദീപ് വാര്യർക്ക് ഏറ്റവും കൂടുതൽ മേൽക്കൈ വരാൻ അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനമുള്ള മേഖല ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി മേഖലയാണ്. ആ മേഖലയിൽ അദ്ദേഹം കൃത്യമായി ഉണർന്നു പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ആ മേഖലയിൽ തന്റേതായ ഒരു പ്രവർത്തനം നടത്തി BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആ വോട്ടുകളെ UDFന്റെ മേഖലയിലേക്ക് കൊണ്ടുവരാനോ ഒരു സമയം സന്ദീപ് വാര്യർ കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും സന്ദീപ് വാര്യരോട് അനുകൂലമായി നിൽക്കുന്ന ചെറിയൊരു വിഭാഗമെങ്കിലും ഒരു പക്ഷേ ഒന്ന് മാറി ചിന്തിച്ചാൽ അത് കോൺഗ്രസിന് സഹായകരമാകും എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP നിൽക്കുന്ന കുറച്ച് പേരുടെയെങ്കിലും വോട്ടുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ, ആ വിഭാഗം എന്ന് പറയുന്നവരും സന്ദീപ് വാര്യരെ പോലെ തന്നെ തീവ്രമായ സംഘപരിവാർ നിലപാടുകളുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്കേ സന്ദീപ് വാര്യർക്കൊപ്പം നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സന്ദീപ് വാര്യർ ഒരൊറ്റ സുപ്രഭാതത്തിൽ വെറുപ്പിന്റെ കട എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അതുവരെയും താൻ പ്രതിദാനം ചെയ്തിരുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ വെറുപ്പിന്റെ കട എന്ന് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിരുന്ന ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ അത് നിഷ്കാസനം ചെയ്യപ്പെട്ട് പോകുന്നില്ല. അപ്പോൾ സന്ദീപ് വാര്യരിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു വോട്ടുകളുടെയോ അല്ലെങ്കിൽ വോട്ടിന് ആനുപാതികമായിട്ടുള്ള ഒരു അനുകൂല തരംഗത്തിന്റെയോ സാധ്യതകൾ പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യപ്പെട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ പെട്ടെന്നുള്ള ഈ വരവ് കൊണ്ടുള്ള ഒരു പ്രതിപ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ. പക്ഷേ ഈ BJPയെയും സംഘപരിവാറിനെയും സംബന്ധിച്ചിടത്തോളം പാലക്കാടിന്റെ ഒരു സംഘപരിവാർ വിശ്വാസം അങ്ങനെ പെട്ടെന്ന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കുന്ന മനസ്സ് പാലക്കാടിലെ RSS പ്രവർത്തകരിൽ അല്ലെങ്കിൽ BJP പ്രവർത്തകരിൽ ഉണ്ടാവില്ല. ഇവിടെ കൃത്യമായി നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ തന്നെ വെറുപ്പിന്റെ കടവിട്ട് ഒരു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആലയത്തിലേക്കൊരു ഭവനത്തിലേക്കുള്ള യാത്രയായിരുന്നു സന്ദീപ് വാര്യർ നടത്തിയിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ് വാര്യർക്ക് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ ഈ മേഖലകൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വാധീന മേഖല പാലക്കാട് നഗരമാണ്, പാലക്കാട് നഗരസഭ മേഖലകളാണ്. കാരണം സന്ദീപ് വാര്യർക്ക് ഏത് തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ എന്നതിനെ കുറിച്ച് ബിനോയ് പറയുന്ന സമയത്ത് സ്വാധീനങ്ങൾ അവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും പ്രതിപ്രവർത്തിച്ചിട്ടുള്ളത് എന്നും നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പാലക്കാടിനെ കുറിച്ചും അവിടെ സന്ദീപ് വാര്യർ എഫക്റ്റിനെ കുറിച്ചിട്ടും ബിനോയ് സൂചിപ്പിക്കുമ്പോൾ എന്താണ് പാലക്കാട് എന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം. അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലം എന്ന നിലയ്ക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് പാലക്കാടിനെ കുറിച്ച് പറയാം. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം അവിടെ നടന്നു, അതിലൊരു സംശയവുമില്ല. കാരണം ശക്തമായ ത്രികോണ മത്സരം എന്ന വാക്ക് ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് മാത്രമാണ്. ചേലക്കരയിൽ പോലും മാധ്യമങ്ങൾ അവിടെ ത്രികോണ മത്സരം നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ത്രികോണ മത്സരമല്ല എന്നുള്ളതിലേക്ക് LDFും UDFും എതിർക്കുന്നുണ്ട്. അവിടെ BJP അപ്രസക്തമാണ് എന്നുള്ളതിലേക്ക് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും എന്നാൽ സംശയരഹിതമായിട്ട് ത്രികോണ മത്സരം നടന്നു എന്ന് പറയാവുന്ന ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് പാലക്കാടാണ്. ആ മത്സരത്തിൽ BJP അട്ടിമറി വിജയം നേടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് കൂടി പാലക്കാട് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു കാലങ്ങളിലൂടെ ഉടനീളം. കോൺഗ്രസും BJPയും തമ്മിലാണ് അവിടെ കനത്ത പോരാട്ടം നടന്നത് എന്ന് BJP നേതാക്കൾ അങ്ങനെ പറയാൻ ശ്രമിക്കുകയുണ്ടായി. അതേസമയത്ത് അവിടെ BJP 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന് സംശയലേശമിന്നെ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് LDFനും CPIMനും മാത്രമാണ്. കോൺഗ്രസ് പറയുന്നത് അവിടെ CPIM അല്ലെങ്കിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന്. അങ്ങനെ കോൺഗ്രസിന്റെ ഭാഷ്യപ്രകാരം അവിടെ LDF 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന് പറയുമ്പോൾ BJP അവിടെ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന്
LDF പറയുമ്പോൾ കോൺഗ്രസ് പറയുന്നത് അവിടെ LDF പോകുമെന്നാണ്. ഈ പറഞ്ഞ ഒരു വലിയ രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത പി സരിൻ ആദ്യം അവിടെ വരുന്നു. അതായിരുന്നു ആദ്യത്തെ ഒരു ആൾമാറാട്ടമെന്നോ കൂറുമാറ്റമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. ഇന്നലെ കണ്ട ഒരാൾ ഇതാ പുതിയ ഭാവഹാവാദികളോട് വരുന്നു. ചില സിനിമകളിലൊക്കെ പ്രേം നസീർ പഴയകാല സിനിമകളിൽ ആൾമാറാട്ടം നടത്തി വരുന്നതിന് വേണ്ടിയിട്ട് കവിളത്തൊരു മറുക് ഒട്ടിച്ച് വെച്ച് വരുന്നത് പോലെയാണ് ആ വരവ് എന്നൊക്കെ പറയുകയുണ്ടായി. എന്തായാലും കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത പി സരിനെ മുൻനിർത്തിക്കൊണ്ട് മണ്ഡലം പിടിക്കാൻ ഇടതുപക്ഷം അവിടെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഡോക്ടർ പി സരിൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തിപ്രഭാവം അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഓരോ ഇടത്തേക്കും വോട്ടർമാരുടെ ഇടയിലേക്കും ജനകീയമായി ഇറങ്ങിച്ചെന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ്. ഈ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളത്തിൻ്റെ രൂപീകരണം മുതലുള്ളൊരു മണ്ഡലമാണ്. അത് മണ്ഡല പുനഃക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പേര് മാറ്റപ്പെട്ടതൊന്നുമല്ല. അതുകൊണ്ട് അത് ഉറച്ചു നിൽക്കുന്ന ആ പേരുകൊണ്ട് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിൻ്റെ രൂപീകരണം മുതലുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക്. ഒരു സാമാന്യേന വലതുപക്ഷ മനസ്സുള്ള മണ്ഡലം എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഇടതുപക്ഷത്തെ ആലിംഗനം ചെയ്യുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല ആ മണ്ഡലം. ഇതുവരെ ആ മണ്ഡലത്തിൽ നടന്നത് 16 തെരഞ്ഞെടുപ്പുകളാണ്. 11 തവണയും വിജയം കോൺഗ്രസ് പക്ഷത്തിനായിരുന്നു. 6 തവണ ഇടതുപക്ഷത്തിന് ജയിൽ ലഭിച്ചു. ഈ മണ്ഡലം ഏറ്റവും കൂടുതൽ തവണ കൈവശം വെച്ചത് കോൺഗ്രസിലെ CA സുന്ദരമാണ്. അത് 5 തവണയാണ്. 1977 മുതൽ 1996 വരെ CA സുന്ദരം അത് കൈവശം വയ്ക്കുന്നു. CM സുന്ദരം കഴിഞ്ഞാൽ മണ്ഡലം രണ്ടാമത് കൂടുതൽ കൈവശം വെച്ചത് ഇന്നത്തെ യുവതാരമായിട്ട് അറിയപ്പെടുന്ന ഷാഫി പറമ്പിലാണ്. അത് 3 തവണ. ആ 3 തവണ എന്ന് പറയുന്നത് 2011, 2016, 2021 വർഷങ്ങളിൽ. ഈ വർഷങ്ങളിൽ ഉടനീളം അങ്ങനെ ഷാഫി പറമ്പിൽ അത് കൈവശം വയ്ക്കുമ്പോൾ തന്നെയും അതിന് സമാന്തരമായിട്ട് പാലക്കാടിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ BJPയുടെ ഒരു വളർച്ച അതിസൂക്ഷ്മമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിസൂക്ഷ്മം എന്ന് പറയുമ്പോൾ തന്നെ സ്ഥൂലമായിട്ടും നടക്കുന്നുണ്ടായിരുന്നു. അത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ആ വളർച്ച അവിടെ നടക്കുന്നുണ്ട്. ആ വളർച്ചയാണ് ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. പാലക്കാട് നഗരസഭ, അതേപോലെ നേരത്തെ D. ബിനോയ് സൂചിപ്പിച്ച പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. 2 വട്ടമായിട്ട് നഗരസഭ അവിടെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു കാരണവശാലും നമുക്ക് മറക്കാൻ പറ്റുന്നതോ മറച്ചു വയ്ക്കാൻ പറ്റുന്നതോ അല്ല. നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും ശക്തമായിട്ടുള്ള അടിത്തറയുള്ള കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയത്ത് കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ മേൽക്കൈ പൊതുവേ ഉള്ളത് ഇടതുപക്ഷത്തിനാണ് എന്ന് പറയപ്പെടുന്നു. ഈ 2 പക്ഷവും എല്ലാ അടവും പുറത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തവണ. അപ്പോൾ BJPയുടെ സ്വാധീനമുള്ള ഇടങ്ങൾക്ക് ഉപരിയായിട്ട് തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ രീതിയിലുള്ള പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അവിടെ BJPയെ സഹായിക്കാൻ UDF ശ്രമിക്കുന്നു, അല്ലെങ്കിൽ BJPയുമായിട്ട് CPMന് ബാന്ധവമുണ്ട്, അതൊക്കെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒന്നും നടന്നതായിട്ട് തോന്നിപ്പിക്കാത്ത രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം ആര് പിടിക്കുമെന്നുള്ളത് പ്രവചനാതീതമായ രാഷ്ട്രീയ സാഹചര്യമായിട്ട് വരികയും ചെയ്യുന്നത്. ഈ മണ്ഡലത്തിൽ ഇത്തവണത്തെ അടക്കം 4 തെരഞ്ഞെടുപ്പുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പോളിംഗ് ശതമാനം 70-നും 72-നും ഇടയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 70.51%. 2021 അപേക്ഷിച്ചിട്ട് അത് 5% കുറവാണ്. നേരത്തെ നമ്മൾ പൊതുവായി സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അത് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് ഇടയാക്കുമോ എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യത്തിൽ പാലക്കാടിനെ സംബന്ധിച്ചിട്ട് 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടിയിട്ട് മെട്രോമാൻ എന്നൊക്കെയുള്ള വലിയ ആടയാഭരണങ്ങൾ ചാർത്തപ്പെട്ട് വിശേഷണങ്ങൾക്ക് അർഹനായ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ് BJP ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് എന്നുള്ളതാണ്. അതാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJPക്ക് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നതും ഈ 2021. അവിടെ BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു താല്പര്യങ്ങളും അജണ്ടകളും അനുസരിച്ച് നിൽക്കുന്ന ഒരു BJP മനസ്സുള്ളവർ അതിനുപരിയായിട്ട് ഒരു ഹിന്ദുത്വ മനസ്സുള്ള അവരും നിൽക്കെ തന്നെ ഇതൊന്നുമില്ലാത്തവർ പോലും മെട്രോമാൻ എന്നുള്ള നിലയ്ക്ക് ശ്രീധരന് വേണ്ടിയിട്ട് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കപ്പെട്ടതുകൊണ്ടുകൂടിയാണ് BJP അവിടെ 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് എന്നുള്ളതും വിലയിരുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 50,220 വോട്ടുകളാണ് അന്ന് നേടിയത്. അപ്പോൾ ശ്രീധരൻ്റെ പ്രകടനം ഇത്തവണ ശ്രീകൃഷ്ണകുമാർ ആവർത്തിച്ചാൽ മണ്ഡലം പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് BJP. എന്നാൽ
ആ ആവർത്തനം ആ രീതിയിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും അറിയാം. മെട്രോമാൻ ശ്രീധരനിലൂടെ ലഭിച്ച അധിക വോട്ടുകളുടെ പ്രകടനം ആവർത്തിക്കുകയല്ല വേണ്ടത്. ആ ഫാക്ടറിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആ വോട്ടുകളെ ഇവിടെ നമ്മൾക്ക് സമീകരിക്കേണ്ടതുണ്ട് എന്നാണ് BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുടനീളം മണ്ഡലങ്ങളിൽ പാർട്ടി അനുഭാവികളുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളിലും പ്രവർത്തന രീതിയിലും കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ളത്. 2021 ശ്രീധരന് നഗരസഭയിൽ 6239 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. പെരിയാരി പഞ്ചായത്തിലെ 6201 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ടാണ് ഷാഫി ശ്രീധരൻ്റെ കുതിപ്പ് തടയുകയും ചെയ്തത്. അങ്ങനെ ഈ 6000 എന്ന വാക്കിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. 2021 അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീധരന് നഗരസഭയിൽ, പാലക്കാട് നഗരസഭയിൽ 6239 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുന്നു. ആ 6239 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ ഷാഫി പറമ്പിൽ മറികടക്കുന്നത് പിരായിരി പഞ്ചായത്തിലെ 6201 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ടാണ് ആ ഒരു കുതിപ്പ് തടഞ്ഞത്. ചുരുക്കത്തിൽ നഗരസഭ BJPക്ക് ഇവിടെ നിർണായകമാവുമ്പോൾ തന്നെ പിരായിരി പഞ്ചായത്ത് കോൺഗ്രസിനും അതേ അർത്ഥത്തിൽ തന്നെ നിർണായകമാവുകയാണ്. സരിൻ കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലെത്തിയതോടുകൂടി നഗരസഭയിലെയും പിരായിരി പഞ്ചായത്തിലെയും ഓരോ വോട്ടും കോൺഗ്രസിനും നിർണായകമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ BJPയുടെ ലീഡ് 497 വോട്ടായി കുറയ്ക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുമുണ്ട്. അതോടൊപ്പം പിരായിരി പഞ്ചായത്തിൽ ലീഡ് ഉയർത്താനും ഷാഫിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏപ്രിലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നൊരവസ്ഥ വരും. കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലെ മേൽക്കൈയും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് സരിന് പിടിക്കാൻ കഴിയുന്ന വോട്ടുകളിലും ന്യൂനപക്ഷ വോട്ടുകളിലുമൊക്കെയാണ് ഇടതുപക്ഷം പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഡി ബിനോയ് സൂചിപ്പിച്ച സന്ദീപ് വാര്യരുടെ അവസാന ഘട്ടത്തെ രംഗപ്രവേശവും ആ രംഗപ്രവേശം അണികളിലുണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പവും ഏത് രീതിയിൽ വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കണം, അത് ഇന്നത്തെ വോട്ടെണ്ണലിൽ പ്രതിഫലിക്കുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. ഡി ബിനോയ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. ഇതിനകത്ത് ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. മെട്രോമാന് കിട്ടിയ വോട്ട്, അല്ലെങ്കിൽ മെട്രോമാന് അല്ലെങ്കിൽ ആ പേരിൽ ആണല്ലോ അദ്ദേഹം അന്ന് വോട്ട് നേടിയതും സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു വികസന നായകൻ പാലക്കാട്ട് നിന്ന് എന്നൊക്കെ BJP ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ശ്രീധരനെ. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട്, അതിലൊരു 10% വോട്ട് വ്യക്തിപരമായി കിട്ടിയ വോട്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അതാണ് MS നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 50,000-ലേക്ക് BJPക്ക് ഉയർന്ന വോട്ടിംഗ് ശതമാനം എത്തിയത്. എന്നാൽ അതിനിടയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്രയധികം മേൽക്കൈ നേടാൻ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീകണ്ഠന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ MP ആയ ശ്രീകണ്ഠന് അവിടെ നിന്നൊരു വലിയ വിജയം, ഒരു വലിയ മാർജിനിൽ തന്നെ വിജയിച്ച് പാർലമെന്റിലെത്താൻ കഴിഞ്ഞത്. ആ ഒരു ഉറച്ച വിശ്വാസം UDFൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, സരിൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് LDF പാളയത്തിലേക്ക് പോയത് വലിയ തരത്തിൽ കോൺഗ്രസിന് ആശങ്ക ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത്. കാരണം സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ കോൺഗ്രസിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച് നിൽക്കുന്ന സമയത്തും അദ്ദേഹം മത്സരിപ്പിച്ചപ്പോഴും ഒക്കെ തന്നെ വലിയ തരത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് എന്ന് അവർ പറയുന്നതൊപ്പം തന്നെ പറയുന്നു കോൺഗ്രസിന്റെ പിൻബലത്തോടുകൂടി നേതൃനിരയിലേക്ക്, അല്ലെങ്കിൽ വ്യക്തിപരമായി അല്ല അദ്ദേഹത്തിന്റെ ഉയർച്ച, പാർട്ടിയുടെ ഒരു പിൻബലത്തോടുകൂടി ഒരു നേതാവായി വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകളെ പിടിച്ചുകൊണ്ട് LDFന് നൽകാൻ കഴിയുന്ന ഒരു പ്രാപ്തി ഡോക്ടർ സരിന് ഇല്ല എന്ന് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം UDF കേന്ദ്രങ്ങൾ ഇപ്പോഴും ഒരു ചെറിയ ഒരു വിശ്വാസക്കുറവ് ഇപ്പോഴും ഈ പെരിയാരി പഞ്ചായത്തിൽ ഈ 10,000-ഓളം വോട്ട് പോളിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആ വോട്ടുകൾ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു വിദ്വേഷത്തിൻ്റെതാണോ, അല്ലെങ്കിൽ ഒരു വെറുപ്പിൻ്റെതാണോ, അതോ വിട്ടുനിന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആ
അത്രയും വോട്ട് കുറഞ്ഞത്, ആ പഞ്ചായത്തിൽ വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ LDFനും ആശങ്കയുണ്ടാക്കുന്നു. ഈ രണ്ട് ആശങ്കകളും അവിടെ നിൽക്കുമ്പോൾ കണ്ണാടിയിലും മാത്തൂരിലും കോൺഗ്രസ് വലിയ തരത്തിലുള്ള പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. കാരണം ഈ മേഖലകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും SDPI എന്ന് പറയുന്ന ആ ഘടകം, അവർക്ക് ഏകദേശം 4000-ത്തിലധികം വോട്ട് കൃത്യമായി അവർക്ക് പോൾ ചെയ്യാൻ കഴിയുന്ന രണ്ട് പഞ്ചായത്തുകളാണ് മാത്തൂരും കണ്ണാടി. ആ വോട്ടുകളിൽ ഒരു 60% വോട്ടെങ്കിലും UDFന് അനുകൂലമായി കഴിഞ്ഞാൽ, ഒപ്പം ഈ നഗരസഭ അങ്ങനെ ആ വോട്ട് കൂടി അനുകൂലമായി കിട്ടിയാൽ നഗരസഭയിൽ വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ BJPക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ UDFന്റെ വിജയ സാധ്യത വളരെ വേഗത്തിലാവും എന്ന ഉറച്ച വിശ്വാസം UDFനുണ്ട്. മാത്രവുമല്ല, UDF കൃത്യമായി അവരുടെ പ്രവർത്തനം, കാരണം നേതാക്കന്മാരുടെ ഒരു വലിയ പട തന്നെ എല്ലാ അർത്ഥത്തിലും BJPയുടേതായാലും CPIMന്റേതായാലും കോൺഗ്രസിന്റേതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി നടത്തിയ ഭരണപരമായ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ഒപ്പം അവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി തമ്പടിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ, CPIMന്റെ നേതാക്കന്മാർ നടത്തിയ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇടതുമുന്നണി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. BJPയും അവരുടെ നേതാക്കന്മാരെ പരമാവധി, ദേശീയ നേതാക്കന്മാരെ എത്തിയിട്ടില്ല എങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ മുഴുവൻ ആളുകളെയും നേതാക്കന്മാരെയും അവിടേക്ക് എത്തിച്ചുകൊണ്ട് BJPയുടെ കേന്ദ്രങ്ങളിൽ സംഘപരിവാർ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംഘപരിവാർ RSS കൃത്യമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാധാരണ കാണുന്നതിൽ വ്യത്യസ്തമായി പാലക്കാട് നിർണായകമായ നീക്കങ്ങൾ നടത്തി. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് 13, 14, 15 തീയതികളിൽ ആണ് അവിടെ രഥോത്സവം നടന്നത്. ആ നാളുകളിൽ അവിടെ എത്തിയിരുന്ന നല്ലൊരു ശതമാനം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യപ്പെടും എന്ന ആളുകളെ അവിടെ നിർത്തി 20-ാം തീയതി വരെ അവിടെ നിർത്തിയിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ RSS അല്ലെങ്കിൽ സംഘപരിവാർ നടത്തിയ ഒരു നീക്കം ഒരു പരിധിവരെ വിജയം കണ്ടു എന്നാണ് BJP നേതാക്കന്മാർ പറഞ്ഞത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാന നിമിഷം സന്ദീപ് വാര്യർ നടത്തിയ അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് എത്രമാത്രം വിജയം കണ്ടു, അതിൽ എന്തുമാത്രം നേട്ടമുണ്ടായി എന്നുള്ളതാണ് ഇനി കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ചും യുവ നേതാവാണ്, വലിയ പ്രായമില്ലാത്ത നേതാവാണ്. ഒരു പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും വരുന്ന ആളുകളിലാകാൻ സാധ്യതയുള്ള സന്ദീപ് വാര്യരെ പോലുള്ള ഒരു വാഗ്മിയെ അല്ലെങ്കിൽ ഒരു തീപ്പൊരി നേതാവിനെ കോൺഗ്രസ് പക്ഷത്തേക്ക് എത്തിച്ചുകൊണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം സഹായം BJP കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്നു. എന്തായാലും സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ചോട്ട്, വലിയ തരത്തിൽ ഒരു വോട്ട് മറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചോട്ട് അയാൾക്ക് അനുകൂലമായി നിൽക്കുന്ന കുറച്ചോട്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസിനും ഉറപ്പാണ്, BJPക്കും അത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജയപരാജയങ്ങൾ പ്രവചനാതീതം എന്ന് നേരത്തെ MS പറഞ്ഞതുപോലെ തന്നെയാണ്. മൂന്ന് മുന്നണികളും ഒരുപോലെ 1957 ശേഷം ഉള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്ത പാലക്കാടൻ മണ്ഡലമാണ്. പാലക്കാടിന്റെ കാറ്റ് അങ്ങനെ ഇടതുമുന്നണിയെയും വലതുമുന്നണിയും ഒരുപോലെ സ്നേഹിച്ച സ്ഥലം കൂടിയാണ്. എന്നിരുന്നാൽ പോലും ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രാദേശികമായി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, ഒപ്പം കണ്ണാടി മാത്തൂർ പോലുള്ള പഞ്ചായത്തുകളിൽ കോൺഗ്രസിനുണ്ടാകുന്ന നേട്ടങ്ങൾ, അതൊക്കെ എത്രമാത്രം ഈ കോൺഗ്രസിനും ഒപ്പം CPIMനും അനുകൂലമാകും എന്നുള്ളതാണ് ഇരുവരുടെയും വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയാം, മെട്രോമാൻ ശ്രീധരൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടിയ വോട്ടാണ് ഈ 50,000-ന് മുകളിലേക്ക് ഉയർത്തിയത്. അത് അദ്ദേഹത്തിന്റെ ഒരു നേട്ടമായിരുന്നു. അതുകൊണ്ടാണ് ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷം 3,000-ന് മുകളിലേക്ക് മാത്രം, അതായത് 3,000-നും 4,000-നും ഇടയിലായി നിർത്താൻ അവർക്ക് കഴിഞ്ഞത് എന്നുള്ളതും ഒരു BJPയുടെ ഒരു മാറ്റമായി ഇത് കാണുന്നുണ്ട്. പക്ഷേ ആ മാറ്റം, അതായത് ശ്രീധരൻ കൊണ്ടുവന്ന ആ മാറ്റം എത്രമാത്രം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് രാഷ്ട്രീയ കേരളം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്തുമാത്രം മുന്നോട്ട് പോകും, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPക്ക് നിർണായകമായി ഏറ്റവും വലിയ കൈത്താങ്ങായി നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ സഹായികളായി നിൽക്കുന്ന സംഘപരിവാർ ശക്തികൾ കൃത്യമായി അവരുടെ പ്രവർത്തനം വീടുകൾ കേന്ദ്രീകരിച്ച്, അവരുടെ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും സന്ദീപ് വാര്യരുടെ ചാഞ്ചാട്ട സമയത്ത് ആ വോട്ടുകളിൽ ഒരിക്കൽ പോലും ചാഞ്ചാട്ടം ഉണ്ടാവാതെ സൂക്ഷിക്കുന്ന തരത്തിൽ അവർ വലിയ തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അത് BJPക്ക് സഹായം ചെയ്യും. BJP നേതാക്കളുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വലിയ അടിയൊഴുക്കുകൾ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ BJPക്ക് ഒരു 2,000 വോട്ടിന്റെ 2,000-നും 3,000-നും ഇടയ്ക്കുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് അവിടെ അല്ല പറയുന്നത്. BJP
അത്തരത്തിലുള്ള വാദഗതികളെ മുഴുവൻ തള്ളിപ്പറയുകയാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ഇത്തവണത്തെ പാലക്കാടൻ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമാകും. രണ്ട്, അവിടെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണപരമായ കേന്ദ്ര സർക്കാരിനോടുള്ള ഭരണപരമായ വിയോജിപ്പ്, അത് നിഷ്പക്ഷ വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വോട്ട് അനുകൂലമാകും. മൂന്നാമത്തൊരു കാര്യം പറയുന്നത്, കൃത്യമായി CPMനോട് വിയോജിപ്പുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ തന്നെ ഈ സരിന്റെ വരവിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം മറിച്ചൊന്ന് ചിന്തിച്ചാൽ UDFന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം ചിന്തകളിലൂടെയാണ് UDF പോകുന്നതെങ്കിൽ CPM ആകട്ടെ അവർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നേട്ടം കൊയ്യാൻ സരിനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തനായിട്ടാണ് കോൺഗ്രസിൽ നിന്നും LDFിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തോടൊപ്പം ഈ ഷാഫി പറമ്പിനോടുള്ള വിദ്വേഷവും സരിനോടുള്ള സ്നേഹവും ഒരുമിച്ച് ചേർത്താൽ അത് LDFന് സഹായകരമാകും. BJPക്ക് കാര്യമായൊരു നേട്ടം കൊയ്യാൻ കഴിയത്തില്ല. കാരണം സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയതും ആ സമയങ്ങളിലുണ്ടായ ചാഞ്ചാട്ടങ്ങളും ഈ ചാഞ്ചാട്ട സമയത്ത് ഉണ്ടായ മാറ്റങ്ങളിൽ അതിന്റെ പ്രതിഫലനം CPMനും ലഭിക്കും. അങ്ങനെ വരികയാണെങ്കിൽ അത്തരത്തിലൊരു വിജയം അവരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സമഗ്രമായിട്ട് ഏതൊക്കെ രീതിയിലാണ് മൂന്ന് മുന്നണികളും പാലക്കാട്ട് തങ്ങളുടെ വിജയത്തിന് കാരണമാകുന്ന വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. നമ്മൾക്ക് നമ്മുടെ ഇലക്ഷൻ ന്യൂസ് ഡെസ്കിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ നിന്ന് എബി ജോൺ തോമസ് ചേരുന്നു, അതേപോലെ തന്നെ KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു, ഒപ്പം തന്നെ നിതിൻ പ്രഭാകർ ചേരുന്നു, അതുല്യ രാമേന്ദ്രൻ ചേരുന്നു, മേഘ്ന മുരളി ചേരുന്നു. ഇവർ എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നു. ഈ വോട്ടെണ്ണലിന് നമ്മൾക്ക് ഇനി കൃത്യമായിട്ട് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 നിമിഷങ്ങൾ. ഈ 60 നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സൂപ്പർ എക്സ്പ്രസിന്റെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ പോകും. ഈ 60 നിമിഷം എന്ന് പറയുന്നത് 3 മണ്ഡലങ്ങളെ നമ്മൾക്ക് ഇഴകീറി ഒന്ന് പരിശോധിക്കുകയും എന്തൊക്കെയായിരുന്നു അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ എന്ന് വ്യക്തമാക്കി കൊടുക്കുകയും തൊട്ടുപിറകെ വോട്ട് എണ്ണലിനുള്ള ക്രമീകരണങ്ങൾ എവിടം വരെ ആയി എന്ന് സൂചിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതോടൊപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ദൃശ്യങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ കാണിക്കുകയുണ്ടായി. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ അവിടെ നിന്ന് വരികയുണ്ടായി. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. MS ഇതിനുള്ള തുടക്കം ഈ വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കാൻ ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. സ്ട്രോങ് റൂമുകളെല്ലാം തന്നെ തുറന്ന് ബാലറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഈ എണ്ണുന്നതിന് തയ്യാറാക്കിയിരിക്കുന്ന ടേബിളുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് 3 തെരഞ്ഞെടുപ്പുണ്ടെങ്കിലും എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാടാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തതും പാലക്കാട്ടെ വീറും വാശിയും തന്നെയായിരുന്നു. എന്തായാലും പാലക്കാട് 180 ബൂത്തുകൾ 14 ടേബിളുകൾ ക്രമീകരിച്ച ഒരു റൗണ്ടിൽ 14 ടേബിളുകൾ എണ്ണും. അങ്ങനെ ഏതാണ്ട് 13-13ാമത്തെ എണ്ണത്തോട് കൂടി തന്നെ 13 പിന്നെ ഒരു ടേബിൾ കൂടി അല്ലെങ്കിൽ ഒരു ബൂത്ത് കൂടി എണ്ണാൻ ബാക്കിയുണ്ടാവും. 13 എണ്ണം പൂർണ്ണമായും റൗണ്ടും ഒപ്പം അതിനുശേഷം ഒരു റൗണ്ട് കൂടി ഒരു ബൂത്ത് കൂടി എണ്ണേണ്ട വരും. അങ്ങനെ 180 ബൂത്തുകൾ 13.5 ഒക്കെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ആദ്യത്തെ ഘട്ടങ്ങളിലെല്ലാം തന്നെ നഗരസഭയുടെ വോട്ടുകളാണ് എണ്ണുക. ആദ്യത്തെ 10 റൗണ്ട് എണ്ണുമ്പോൾ, അതായത് ആദ്യത്തെ ഒരു 10 റൗണ്ട് എണ്ണുമ്പോൾ കൃത്യമായും BJPക്ക് കൃത്യമായിട്ടുള്ള ഒരു മേൽക്കൈ അവിടെ ഉണ്ടാകും. കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടത് അതുപോലെ തന്നെയാണ്. അല്പസമയം മുമ്പ് MS പറഞ്ഞ ആ കണക്കുകൾ കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വലിയ രീതിയിലൊരു വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 75% മുകളിൽ ഉണ്ടായിരുന്നു. ഇത്തവണ 70%ലേക്ക് ആ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. പാലക്കാട് കാര്യമാണ് നമ്മളിപ്പോൾ പ്രധാനമായും പറയുന്നത്. ഒപ്പം തന്നെ പാലക്കാട് നഗരസഭയ്ക്ക് പുറമെ 3 പഞ്ചായത്തുകൾ, അത് 3 പഞ്ചായത്തുകൾ, പിരായിരി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്ത് CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇവിടങ്ങളിൽ ഈ കഴിഞ്ഞ 2 തവണ, അതായത് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന 1,14,295 വോട്ടുകളാണ് ആകെ ഉള്ള വോട്ടുകൾ. അതിൽ പോൾ ചെയ്തത് 77,320 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തിരിക്കുന്നത്. പിരായിരി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് ഇത്തവണത്തെ പോളിംഗിൽ ഉണ്ടായിട്ടുണ്ട്. 36,318 വോട്ടുകളാണ് അവിടെ ആകെയുള്ള വോട്ടുകൾ. അവിടെ പോൾ ചെയ്തിരിക്കുന്നത് 25,520 വോട്ടുകൾ മാത്രമാണ്. ഏതാണ്ട് 10,000ത്തിന്റെ വോട്ടിനടുത്ത് അവിടെ നിന്ന് പോളിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ
ഒഴിവായി പോയിട്ടുള്ള വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. മാത്തൂർ പഞ്ചായത്തിലും സമാനമായ രീതി 21,699 വോട്ടുകൾ അവിടെ ഉള്ളതിൽ അവിടെ പോൾ ചെയ്തിരിക്കുന്നത് 16,951 വോട്ടുകളാണ്. കണ്ണാടി പഞ്ചായത്ത് CPM ശക്തി കേന്ദ്രമാണ്. അവിടെ 22,235 വോട്ടുകൾ ആകെയുണ്ട്. അതിൽ 16,922 വോട്ടുകൾ. അങ്ങനെ ആണ് 1,36,713 വോട്ടുകൾ ഉള്ളത് എന്ന് ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു 45,000-നടുത്ത് വോട്ടുകൾ പിടിക്കുന്നയാൾ ജയത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബാക്കി നോട്ട, ബാക്കിയുള്ള ആകെ 10 സ്ഥാനാർത്ഥികൾ പാലക്കാട് മത്സരിക്കുന്നു. അതിൽ 3 മുന്നണി സ്ഥാനാർത്ഥികൾ, ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ട്, ഒപ്പം തന്നെ നോട്ടയ്ക്ക് പോകുന്ന വോട്ട്, അങ്ങനെ ഉള്ള വോട്ടുകളൊക്കെ തന്നെയും കണക്ക് കൂട്ടി അതിലൊരു ഭാഗം കുറച്ചു കഴിഞ്ഞാൽ ബാക്കി 45,000 എന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുന്നയാൾ സ്വാഭാവികമായും ജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള കൂട്ടലും കിഴിക്കലും ഈ അവസാന മണിക്കൂറുകളിലും മുന്നണികളൊക്കെ തന്നെ നടത്തുന്നു. എന്തായാലും ആ കൂട്ടലും കിഴിക്കലുമൊക്കെ അതിൻ്റെ ആയുസ് ഇനി 1 മണിക്കൂർ പോലും ഇല്ല എന്നുള്ളതാണ്. ആദ്യ മണിക്കൂറുകൾ 8:30യോടുകൂടി തന്നെ ആദ്യ ഫലം എല്ലായിടത്തു നിന്നും വന്നു തുടങ്ങും. ഈ 3 സ്ഥലങ്ങളും, അതായത് വയനാട്, പാലക്കാട്, ചേലക്കര എന്ന് പറയുന്നത് CPM-ന്റെ സിറ്റിംഗ് മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് ഭരണവിരുദ്ധ വികാരം, സർക്കാരിനെതിരായിട്ടുള്ള വിധി എഴുത്ത് തുടങ്ങിയിട്ടുള്ള രീതികളിലെല്ലാം തന്നെ അവിടെ കൃത്യമായ രീതിയിൽ ആ വിധി അല്ലെങ്കിൽ വരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ 3 മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അത് ചേലക്കരയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ നിലയ്ക്കായിരുന്നു. പക്ഷേ പാലക്കാട് ആ നിലയ്ക്കല്ല. ഒരു രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് നിരവധിയായിട്ടുള്ള വിവാദങ്ങളുടെ പിറകെ പോവുകയായിരുന്നു. ഒരിക്കൽ പോലും ആളുകളുടെ വിഷയം, ജനങ്ങളുടെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിഷയം അവിടെ എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. വിഷയം, ജനകീയമായ വിഷയങ്ങൾ, വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ എബി ജോൺ തോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കരയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിലാണ് ഓരോ ഉപതെരഞ്ഞെടുപ്പിലും വാസ്തവത്തിൽ ചർച്ചകൾ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ മറ്റ് വിവാദങ്ങൾ പാലക്കാട് വന്നു കയറി സാമാന്യ ജനത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് അതിനെ അതിക്രമിച്ചു, അതിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെ എബി ജോൺ തോമസിന്റെ അടുത്ത് നിൽക്കുന്ന KC ഉണ്ണികൃഷ്ണനും അതേപോലെ തന്നെ നിതിൻ പ്രഭാകരും, നേരത്തെ ഞാൻ ആലോചിക്കുകയായിരുന്നു, എബി ജോൺ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈകെട്ടി അല്ലെങ്കിൽ കൈ താഴ്ത്തി നിൽക്കുന്ന നിതിൻ പ്രഭാകരും KC ഉണ്ണികൃഷ്ണനും ഈ ദൃശ്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു ലഹരി കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടുന്ന പ്രതികളെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്ത് കൈകെട്ടി നിൽക്കുന്ന പഞ്ചപാവങ്ങളെ പോലെ നിൽക്കുന്ന, പക്ഷേ ഈ രണ്ടുപേരും നല്ല രാഷ്ട്രീയ ലഹരിയുള്ളവരാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. നിതിൻ പ്രഭാകരും KC ഉണ്ണികൃഷ്ണനും നിരവധി തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോളിംഗ് ബൂത്തുകൾക്കകത്ത് നിന്ന്. ഇന്ന് അവരുടെ ഉള്ളിൽ 2 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, എബി ജോൺ സൂചിപ്പിച്ച ഈ പറഞ്ഞ ചേലക്കരയിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി എങ്ങനെയായിരുന്നു? അതിന് പല ഘട്ടങ്ങളിലും സാക്ഷിയായിരുന്നു നിതിൻ പ്രഭാകർ. അടിസ്ഥാന ജനതയുടെ സാമാന്യ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവിടെ UDF-ന്റെ പ്രചാരണമുണ്ടായി. അതല്ല, വികസനത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണിക്കാണിച്ചുകൊണ്ടായിരുന്നു അവിടെ LDF-ന്റെ പ്രചാരണം. എങ്ങനെയായിരുന്നു ആ ഒരു പ്രചാരണത്തിൻ്റെ രീതി? അത് ഈ വോട്ടെണ്ണലിനെ ഏത് രീതിയിൽ നമുക്ക് സ്വാധീനിക്കുമെന്ന് കരുതാൻ കഴിയും? നിതിൻ പ്രഭാകർ. ചേലക്കര ഇടതുമുന്നണിക്ക് കൃത്യമായ അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലമാണ്. പഴയ ചേലക്കരയിൽ കോൺഗ്രസ് അവിടെ ജയിച്ചു കയറിയിട്ടുണ്ട്. താമിയും MA കുട്ടപ്പൻ അടക്കമുള്ള നേതാക്കന്മാർ ജയിച്ചു കയറിയ മണ്ഡലമാണ് ചേലക്കര. പക്ഷേ മണ്ഡല പുനർനിർണയത്തോടുകൂടി ഇടതുപക്ഷത്തിന് കൃത്യമായ സ്വാധീനമുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചേലക്കരയുടെ ഒരു ചിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ 9 പഞ്ചായത്തുകളാണ് ചേലക്കരയിലുള്ളത്. തലപ്പള്ളി താലൂക്കിൽ നിലനിൽക്കുന്ന ഒരു മണ്ഡലം. 9 പഞ്ചായത്തുകൾ: ചേലക്കര, ദേശമംഗലം, കൊണ്ടാഴി, മുല്ലൂർക്കര, പാഞ്ഞാൽ, പഴയന്നൂർ, തിരുവില്ലാമല, വള്ളത്തോൾ നഗർ, വരവൂർ. ഇതിൽ 3 പഞ്ചായത്തുകൾ ഒഴിച്ച് ബാക്കി 6 പഞ്ചായത്തുകളും ഭരിക്കുന്നത് CPM ആണ്. UR പ്രദീപ് CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം ഇത്തവണ മത്സര രംഗത്തിറങ്ങുമ്പോൾ K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ച് ഒഴിവ് വന്ന മണ്ഡലത്തിൽ ആ UR പ്രദീപ് മത്സരരംഗത്തിറങ്ങുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടങ്ങളിൽ വലിയ ആശങ്കയൊന്നുമില്ലായിരുന്നു. അവിടെ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി വരുന്നു എന്നത് ഒരു വലിയ പ്രത്യേകതയായി കോൺഗ്രസ് എടുത്തുകാട്ടുന്നു. കാരണം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ UDF അവിടെ അവതരിപ്പിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണത്തിലേക്ക് കടന്നതോടുകൂടി ചേലക്കരയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ചിത്രം മാറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എബി നേരത്തെ പറഞ്ഞതുപോലെ വയനാടും അതോടൊപ്പം തന്നെ പാലക്കാടുമായി താരതമ്യം ചെയ്യുമ്പോൾ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടന്ന, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ, വോട്ട് തേടിയ ഒരു മണ്ഡലം ചേലക്കരയാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ്
UDFിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അവിടെ ഇടതുമുന്നണിക്ക് കൃത്യമായ ബേസ് വോട്ടുകളുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും സംഘടനാ സംവിധാനം വളരെ താഴ്ന്ന രൂപത്തിലാണ് സംഘടനാ പ്രവർത്തനം നടക്കുന്നത്. BJPക്ക് തിരുവല്ലാമലയിലാണ് BJPക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത്. BJP അവിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചെങ്കിൽ UDFും LDFും അവിടെ ഭരണ നേട്ടങ്ങളും ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ രണ്ട് മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ, കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ, അല്ലെങ്കിൽ കെ രാധാകൃഷ്ണനിലൂടെ മണ്ഡലത്തിൽ എത്തിയ പദ്ധതികൾ. നേരത്തെ കെ രാധാകൃഷ്ണൻ സ്പീക്കറായിരുന്നപ്പോഴും ചേലക്കരയിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ കാലഘട്ടങ്ങളിൽ മണ്ഡലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇടതുമുന്നണി വോട്ടഭ്യർത്ഥിച്ചതെങ്കിൽ മണ്ഡലത്തിന്റെ പുരോഗതിയില്ലായ്മ അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പാണ് പ്രധാനമായി UDF ആയുധമാക്കിയത്. രമ്യ ഹരിദാസിലൂടെ അല്ലെങ്കിൽ ഇത്തവണ UDF അവിടെ ജയിച്ചു വരികയാണെങ്കിൽ ഒരു പുതിയ മാറ്റം മണ്ഡലത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വികസനത്തിന്റെ കാര്യത്തിൽ മണ്ഡലത്തെ മുൻനിരയിലേക്ക് എത്തിക്കാൻ തങ്ങളുടെ ജനപ്രതിനിധി ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് UDF ക്യാമ്പ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ വെച്ചത്. പക്ഷേ അവിടെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ 39,000-ൽ പരം വോട്ടുകൾക്കാണ് ആ മണ്ഡലം നിലനിർത്തിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ആലത്തൂർ ലോക്സഭയ്ക്ക് കീഴിൽ വരുന്ന മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കരയിൽ 5,600-ൽ പരം വോട്ടിന്റെ ലീഡാണ് കെ രാധാകൃഷ്ണൻ നൽകിയത്. ഈ 39,000-ൽ പരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് 5,000-ലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിലൂടെ ഇത്തവണ അവിടെ വിജയിക്കാൻ കഴിയുമെന്നാണ് UDFിന്റെ ഒരു കണക്കുകൂട്ടൽ. അവിടെ ഭരണവിരുദ്ധ വികാരം, ഇടതുമുന്നണി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, അതോടൊപ്പം തന്നെ സംഘടനാപരമായി കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങൾ, താഴെത്തട്ടിൽ നടത്തിയ, അടിത്തട്ടിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ഇത് മൂന്നും കൂടി ചേരുമ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം വരും. 1,500 മുതൽ 3,500 വരെയുള്ള വോട്ടുകൾക്ക് വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UDF ക്യാമ്പ് നടത്തിയ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഇടതുമുന്നണി പറയുന്നത് അത്തരത്തിൽ ഒരു അട്ടിമറി ചേലക്കരയിൽ ഉണ്ടാവില്ല. കൃത്യമായ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനം നമുക്കറിയാം, പ്രത്യേകിച്ച് CPIMന്റെ സംഘടനാ സംവിധാനം നമുക്കറിയാം. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ബ്രാഞ്ച് അംഗങ്ങൾ തുടങ്ങി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെ കൃത്യമായ രൂപത്തിൽ ഓരോ ബൂത്തുകളിലും കൃത്യമായ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. അവിടെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, ഈ കാര്യങ്ങളെല്ലാം വോട്ടായി മാറുമ്പോൾ 20,000-ൽ പരം വോട്ടുകൾക്ക് ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇടതു ക്യാമ്പ് പങ്കുവെക്കുന്നത്. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിലുള്ള ഒരു സാധ്യത നമുക്കവിടെ കാണാൻ കഴിയില്ല. ഇടതുമുന്നണിയും UDFും തമ്മിൽ നേർക്കുനേർ നടത്തുന്ന ഒരു പോരാട്ടമാണ് ചേലക്കരയുള്ളത്. അവിടെ UDFന് വില്ലനായി മാറുന്ന, അല്ലെങ്കിൽ UDFിനെ നെഞ്ചിലടിക്കുന്ന ഒരു കാര്യമുണ്ട്. NK സുധീർ എന്ന് പറയുന്ന മുൻ AICC അംഗം അവിടെ ഇത്തവണ PV അൻവറിനോടൊപ്പം ചേർന്ന PV അൻവറിന്റെ DMK മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്, DMKയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഈ NK സുധീർ നേരത്തെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2004-ൽ UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. KPCCയുടെ സെക്രട്ടറി ആയിരുന്നു. NK സുധീറിന്റെ മണ്ഡലത്തിൽ പരിചിതനായ വ്യക്തിയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള, ഏറെ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് NK സുധീർ. NK സുധീർ പിടിക്കുന്ന വോട്ടുകൾ രമ്യ ഹരിദാസിന്റെ കാര്യത്തിൽ, UDFിന്റെ കാര്യത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. NK സുധീറിന് ചില കോൺഗ്രസ് വോട്ടുകൾ തന്റെ പെട്ടിയിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട് എന്നതിലും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആ NK സുധീർ UDFിന് ഒരു വെല്ലുവിളിയാകും. എന്തായാലും ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് 1,500-നും 3,500-നും ഇടയിലുള്ള വോട്ടുകളിൽ ഇത്തവണ രമ്യ ഹരിദാസ് ജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം UDF ക്യാമ്പ് പങ്കുവെക്കുമ്പോൾ 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി ജയിക്കുമെന്ന് തന്നെയാണ് ഇടതു ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. MS അതെ, ചേലക്കരയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ദൃശ്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. രാഷ്ട്രീയ ദൃശ്യം ഇനി വോട്ടെണ്ണൽ ആരംഭിക്കൽ മാത്രമാണ് ബാക്കിയുള്ളത്. സ്ട്രോങ് റൂമുകളെല്ലാം എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ തുറന്നിരിക്കുന്നു. ഇനി 1 മണിക്കൂറിൽ താഴെ എന്ന് മാത്രമല്ല 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി 50 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇനി വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് വേണ്ടി. ഏതായാലും വലിയ ആവേശത്തോടു കൂടിയാണ് നിതിൻ പ്രഭാകർ അവിടെ നിന്ന് ചേലക്കരയിൽ ഇതുവരെയും സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു. നിതിൻ പ്രഭാകരനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിതിൻ പ്രഭാകർ ഇങ്ങനെ ഇപ്പോൾ തന്നെ ഈ വലിയ ആവേശത്തോടു കൂടി ഉച്ചത്തിൽ സംസാരിക്കരുത്. നമ്മൾക്ക് നേരത്തെ ചേലക്കരയിലെ പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുവെന്ന് നിതിൻ പ്രഭാകർ പറയുകയുണ്ടായി.
ഉണ്ടായി. വാസ്തവത്തിൽ ഇന്ന് 8 മണി മുതൽ കേരള വിഷൻ ന്യൂസിന്റെ ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ വോട്ടും സെക്കൻഡ് വെച്ച് പറയാനുള്ളവരാണ് നിങ്ങൾ 3 പേരും. അതുകൊണ്ട് ഈ സമയത്ത് അധികം ശബ്ദമുയർത്താതെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഉചിതം. കാരണം വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിച്ച ആ നിമിഷം മുതൽ ഒന്നിന് പിറകെ ഒന്നായി ഓരോ നിമിഷവും ഒപ്പിയെടുത്ത് പടപടേ എന്നൊരു വെടിക്കെട്ട് പോലെ ഈ വോട്ട് എണ്ണലിനെ കുറിച്ച് പറയാനുള്ളവരാണ്. KC ഉണ്ണികൃഷ്ണൻ അവിടെ എന്തോ ചോദിച്ചുകൊണ്ട് തിരിയുന്നു. KC ഉണ്ണികൃഷ്ണനിലേക്കാണ് ഇനി പോകേണ്ടത്. KC ഉണ്ണികൃഷ്ണൻ ഈ ഒരു വോട്ടെണ്ണലിനെ ഏറ്റവും അധികം സസ്പെൻസിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം സാമാന്യേന ഒരു വിരസമായിട്ടുള്ള ഒന്നായിട്ട് പോകേണ്ട ഒന്ന്, സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് നടന്ന 5 വർഷത്തിലൊരിക്കൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആവേശത്തിലേക്ക് എത്തിച്ചത് ഏതൊക്കെ കാര്യങ്ങളാണെന്നാണ് കരുതുന്നത്? MS 3 മണ്ഡലങ്ങൾ നോക്കുമ്പോൾ വയനാട്, അതോടൊപ്പം തന്നെ ചേലക്കര, പാലക്കാട്, ഈ 3 മണ്ഡലങ്ങളിലും വളരെ നിർണായകമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ മുന്നണികളെല്ലാം തന്നെ കാണുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് UDF ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തെ പറ്റി നോക്കുമ്പോൾ അവിടെ ആ ത്രികോണ മത്സരം നടന്നു. അവിടെ വലിയൊരു ആധിപത്യം അവർക്ക് തുടരാനാകുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചേലക്കര നോക്കുകയാണെങ്കിൽ ചേലക്കര ചുവന്ന കോട്ടയെന്ന് തന്നെയാണ് ചേലക്കര അറിയപ്പെടുന്നത്. അവിടെ വലിയ ചലനങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്ന് തന്നെയാണ് LDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ UDFന്റെ കുത്തക സീറ്റ് എന്ന് തന്നെ പറയേണ്ട ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അവിടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം, പ്രിയങ്ക ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന വിശേഷണങ്ങളെല്ലാം തന്നെ ഇക്കുറി വയനാടിനുണ്ട്. ഈ വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം വയനാട്ടിലേക്ക് തന്നെയാണ്. അവിടെ സത്യൻ മുഖേരി എന്ന മുതിർന്ന നേതാവിനെ LDF അവതരിപ്പിച്ച് ഒരു വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാതെ ഒരു തടയിടുക എന്നൊരു ലക്ഷ്യം LDFന് ഉണ്ട്. ഒരു അപ്രതീക്ഷിത ജയം ഉണ്ടായാൽ എന്നൊരു പ്രതീക്ഷയും LDF അവിടെ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം BJP സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കുന്നു. നവ്യ ഹരിദാസ് എന്ന ഒരു സ്ഥാനാർത്ഥിയെ BJP NDAയുടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ അവർക്ക് സ്വാധീന മേഖലകൾ ചില മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ അവർക്ക് വോട്ടും ശതമാനമുണ്ട്. അത് ഉയർത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് NDA അവിടെ പങ്കുവെക്കുന്നത്. എന്തായാലും ആ രീതിയിൽ വയനാടിന്റെ ഒരു രാഷ്ട്രീയം വലിയ ചർച്ചയാകുന്നു. എന്തായാലും വയനാടിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ദുരന്തം, അതായത് മുണ്ടക്കൈ ചുരൽമല ദുരന്തം കഴിഞ്ഞ ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ്, അത് വലിയ രീതിയിൽ തന്നെ കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ല എന്ന രീതിയിലടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചർച്ചയാകുന്നു. ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വളരെ നിർണായകമായ വിഷയങ്ങളാണ്. എന്തായാലും ആ രീതിയിൽ വലിയ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു വിഷയം അവിടെ വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നതാണ്. ആ രീതിയിലുള്ള പ്രചരണം, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രചരണം അവിടെ ഉയർന്നു വരുന്നു. ചില പരാമർശങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചയാകുന്നു. വി മുരളീധരൻ അടക്കം നടത്തിയ പരാമർശങ്ങൾ, അതായത് 2 പഞ്ചായത്തല്ലേ ഒലിച്ചു പോയുള്ളൂ, ഒരു നാടാകെ ഒലിച്ചു പോയില്ല എന്നടക്കമുള്ള പരാമർശങ്ങളെല്ലാം തന്നെ അവിടെ ചർച്ചയാകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ രീതിയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ വരുന്നു. എന്തായാലും കേന്ദ്രം വലിയ സഹായങ്ങളൊന്നും ചെയ്തില്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ഈ UDFന്റെ LDFന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടാകുന്നു. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പുനർനിർമ്മാണം വേണം, അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരാൾ ജയിച്ചു പോയാൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് വേണം എന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പ്രധാനമായും ഉള്ളത്. ആ രീതിയിൽ വയനാടിനെ പുനർനിർമ്മിക്കുക, അല്ലെങ്കിൽ മുണ്ടക്കൈ ചുരൽമല ആ ദുരന്തത്തിൽ നിന്ന് മുക്തി നേടുക, പുനരധിവാസം സാധ്യമാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും ഉള്ളത്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തിൽ നിന്ന് വിട്ടുപോയി, വീണ്ടും പ്രിയങ്ക ഗാന്ധി വരുന്നു. ഇനി പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് പോകും എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ എന്തുറപ്പാണ് അവിടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ അടക്കമുള്ള പ്രചരണങ്ങളാണ് LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി അടക്കം വന്ന് അവിടെ പ്രചരണം നയിക്കുന്നു. രാഹുൽ ഈ വയനാടിനെ ഒപ്പം നിർത്തുമെന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തന്നെ വയനാടിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ UDF ഉയർത്തിക്കാട്ടുന്നു. ആ രീതിയിൽ UDF തരംഗമെന്ന രീതിയിൽ തന്നെയായിരുന്നു വയനാട്ടിലെ ഒരു പ്രചരണ രീതി. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിനപ്പുറത്തേക്ക് ഒരു ഭൂരിപക്ഷം ഉയർത്തുക എന്ന് തന്നെയാണ് വയനാട്ടിൽ UDF ലക്ഷ്യമിടുന്നത്. ആ ഒരു ആത്മവിശ്വാസം അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും UDF ഉയർത്തിക്കാട്ടി എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം. ഇനി പാലക്കാടിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട്ടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ 3000-ലധികം വോട്ടുകൾക്ക് ജയിച്ച ഒരു മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ 2 പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഒരു
നഗരസഭയാണുള്ളത്. ഈ നഗരസഭയെ, പാലക്കാട് നഗരസഭ എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് വലിയ ആധിപത്യമുള്ള BJP ഭരിച്ച ഒരു നഗരസഭ എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. 437 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷമായി അവിടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിന് നേടിയ BJPയുടെ വോട്ട് 497 കുറയ്ക്കാൻ കഴിഞ്ഞെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ രീതിയിൽ ഷാഫി പറമ്പലിന് അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം കുറച്ച് നില മെച്ചപ്പെടുത്താൻ ഷാഫി പറമ്പലിന് കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ഈ സമീപ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എടുത്തു പറയാനുള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക്, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ആ വോട്ടിംഗ് ശതമാനം കൂട്ടാമെന്ന ഒരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. എന്തായാലും ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടുത്താനാകും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ UDF എന്ന് പറയുന്നത്. എന്തായാലും വലിയ ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം തന്നെ ഇറക്കി തങ്ങളുടെ പ്രസ്റ്റീജ് മണ്ഡലമാണ്, അതായത് ഉറച്ച മണ്ഡലമാണ്, അത് വിട്ടുകൊടുക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു നേതാക്കളെല്ലാം തന്നെ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നയിക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഉറച്ച മണ്ഡലം കൈവിടാതിരിക്കുക. അതുകൊണ്ടൊക്കെ തന്നെ പാലക്കാട് എന്ന് പറയുന്നത് ഒരു വെറുമൊരു മണ്ഡലം മാത്രമല്ല, കേരളത്തിന്റെ തുടർ രാഷ്ട്രീയം ഏത് നിലയ്ക്കായിരിക്കും പോവുക എന്നതിനെ കുറിച്ച് കൂടി വിദ്യാർത്ഥി ആ നിലയ്ക്ക് സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം പാലക്കാട് ഇപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ VD സതീശൻ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നു, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അവിടേക്ക് എത്തിക്കുന്നു, ഒരു അനുയായിയെ പോലെ അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ള പ്രതീതിയാണ് നമുക്ക് ആ പ്രചാരണ പരിപാടി കാണുമ്പോൾ. പോസ്റ്ററുകളടക്കം ഷാഫിയുടെ ചിത്രങ്ങൾ പലയിടത്തും പോസ്റ്ററിൽ കാണാൻ കഴിഞ്ഞു. നേരത്തെ കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ നമുക്ക് പല തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ പോസ്റ്ററുകളിൽ മുതിർന്ന നേതാക്കന്മാർ, അതായത് മൺമറഞ്ഞു പോയ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടാകും നമ്മൾ നിരവധി തവണ കണ്ടതാണ്. ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ അവിടെ ഷാഫി പറമ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട അടൂർ സ്വദേശിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നു. വലിയ എതിർപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത്. പക്ഷെ അവിടെയും നമ്മൾ എടുത്തു പറയേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാലക്കാട് രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല. പാലക്കാട് ചർച്ച ചെയ്ത വിവാദങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ വിവാദങ്ങൾ ചർച്ച ചെയ്യാനുള്ള ശ്രമം മാത്രമാണ് പാലക്കാട് ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 33 ദിവസം പ്രചാരണം നടത്തിയതിൽ ഏതാണ്ട് 30 ദിവസവും വിവാദങ്ങൾ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ തുടക്കം മുതൽ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര. അപ്രതീക്ഷിതമായി ഇടതുമുന്നണിക്ക് സരിൻ സ്ഥാനാർത്ഥിയായി വരുന്നു. കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും കാണാം. അന്ന് മുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത പാലക്കാട്ടെ ഒരു ഉപതെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്രത്തോളം രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത ഒരു മണ്ഡലം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാം. അത് MS സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം എടുത്തു പറയുന്ന കാര്യം, ഒരു ഭരണവിരുദ്ധ വികാരം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഉണ്ടാകും. അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളായി തന്നെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്, ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ ഉയർന്നു വന്നില്ല എന്നത് നമ്മൾ എടുത്തു പറയുന്ന കാര്യമാണ്. ഈ പാലക്കാട് ആ ഒരു സാമാന്യ ജനത്തിന്റെ പ്രശ്നം വരാത്ത ഒരു ഘടകം സൂചിപ്പിക്കുമ്പോൾ അത് വയനാട്ടിലും കൂടി ബാധകമായിട്ട് മാറുന്നു. വയനാട്ടിൽ ഇന്നത്തെ ഈ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ഇത് കേരളത്തിന്റെ പ്രാദേശികമായൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നതിനെ അതിലംഘിക്കുന്ന കാര്യമായിട്ട് മാറുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വമ്പൻ സാന്നിധ്യമാണ്. പ്രിയങ്ക ഗാന്ധി ഉള്ളത് കൊണ്ടാണ് ഇന്ന് ജാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് തത്തുല്യമെന്ന് പോലും പറയാവുന്ന ഒരു സവിശേഷ ശ്രദ്ധ ദേശീയ മാധ്യമങ്ങളുടെ എല്ലാ ക്യാമറ കണ്ണുകളും വയനാടിന്റെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ കണ്ണുനട്ട് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധി ഇത്ര വോട്ടിന് മുന്നിൽ, പ്രിയങ്ക ഗാന്ധി ഇത്ര ഭൂരിപക്ഷത്തിലേക്ക് എന്ന് സൂചിപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങൾ വരും എന്നുള്ളത് ഒരു സംശയമില്ല. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി അവരുടെ നോമിനേഷൻ സമർപ്പിക്കാൻ വന്ന ദിവസം മുതൽ പിന്നീട് ഉടനീളം ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിനുപരിയായിട്ട് സഹോദരനെക്കുറിച്ചും രാഹുൽ ഗാന്ധി അവിടെ വന്നതിനെക്കുറിച്ചും പിന്നീട് താൻ അവിടെ വന്നതിനെക്കുറിച്ചും സഹോദര ബന്ധത്തെക്കുറിച്ചും 2 MP-മാർ അവിടെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വൈകാരികമായ എലമെന്റിലൂടെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ മൊത്തത്തിലുള്ള സംഭാഷണം മുഴുവനും. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് നടത്തിയ ചില പ്രഭാഷണങ്ങളിലാണ് അവിടെ LDF-നെ സംബന്ധിച്ചിട്ട് അവിടെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
പക്ഷേ തത്തുല്യമായിട്ടുള്ള ഒന്ന് അവിടെ എതിർ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആ രീതിയിലും വന്നിട്ടില്ല. ഇപ്പോൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ അത് ചേലക്കരയിൽ മാത്രമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണ ജനം, അടിസ്ഥാന ജനം, വോട്ടർമാർ അവരുടെ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതിൽ എബിയോടും ഉണ്ണിയോടും നിതിൻ പ്രഭാകരനോടും എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിക്കാനുള്ളത്, മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്കും സ്വന്തം വ്യക്തി താല്പര്യം രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് സാധ്യത എന്ന് എബി എങ്ങനെ കരുതുന്നു, ഉണ്ണി എങ്ങനെ കരുതുന്നു, നിതിൻ പ്രഭാകർ എങ്ങനെ കരുതുന്നു? ഈ പാലക്കാട് അതൊരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അത് അവസാനത്തെ ആ ബൂത്ത് വരെ എണ്ണുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഈസി വാക്ക് ഓവർ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത തുലോം തുച്ഛമാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അവസാനത്തെ ആ ടേബിൾ എണ്ണിത്തീരുന്നത് വരെ കാത്തിരിക്കണം. ആദ്യത്തെ 2 റൗണ്ട് എണ്ണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സൂചന പാലക്കാട്ടെ കാര്യത്തിൽ എന്തായാലും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയറും ഒപ്പം തന്നെ ഇത്തവണത്തെ വോട്ട് ഷെയറും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ആ നിലയ്ക്കുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ തവണ 6000-ൽ പരം വോട്ടുകളാണ് ഈ നഗരസഭയിൽ മാത്രം എണ്ണിക്കഴിയുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്നത്. അത് 9000-ലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ചില ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 7ാമത്തെ റൗണ്ട് എണ്ണുമ്പോൾ ആ സമയത്ത് കോൺഗ്രസിന് ഒരു മികച്ച ലീഡിലേക്ക് എത്താൻ കഴിയുന്നു. പക്ഷേ ആ ലീഡ് ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ 7ാമത്തെ 1 മുതൽ 10 വരെയുള്ള റൗണ്ടുകൾ വളരെ നിർണായകമാണ്. അതിൽ 7ാമത്തേത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു റൗണ്ടാണ്. അതിനുശേഷം 10 റൗണ്ട് കഴിയുന്ന സമയത്ത് BJP 1ാം സ്ഥാനത്തും കോൺഗ്രസ് അല്ലെങ്കിൽ UDF 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തുമാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം അത് നേരെ തിരിച്ചാണെങ്കിലും BJP 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തും UDF 3ാം സ്ഥാനത്തുമാണെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അത്രമാത്രം എളുപ്പത്തിൽ കഴിയില്ല. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ കണക്കല്ലേ? നിതിൻ പ്രഭാകർ ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടർ മാത്രമല്ല, ഒരു സ്പോർട്സ് റിപ്പോർട്ടർ കൂടി ആയതുകൊണ്ട് ഞാൻ ഇതിനെ ഈ പാലക്കാട്ടെ വോട്ടെണ്ണൽ ഒരു കൃത്യമായിട്ടും ഒരു 2020 മത്സരം പോലെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ എന്ന് പറയുന്നത്. കാരണം 2020 മത്സരത്തിൽ പവർ പ്ലേ അടക്കമുള്ള ഓരോരോ ഘട്ടങ്ങളുണ്ട്. എബി സൂചിപ്പിച്ച ഈ പറഞ്ഞ ഓരോരോ ഇടങ്ങൾ എണ്ണി വരുമ്പോൾ, പെരിയാരിയിലെത്തുമ്പോൾ, ഓരോ മണ്ഡലത്തിലെത്തുമ്പോൾ അവിടെ അവിടുത്തെ വോട്ടിംഗ് ശതമാനം അവിടുന്ന് കിട്ടുന്ന വോട്ടുകൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു 2020 മത്സരം പോലെ പടപടാന്ന് പോയി അപ്രതീക്ഷിതങ്ങളിലേക്ക് എത്തിച്ചെന്ന് ജയിച്ചു എന്ന് പറയുന്നതിലേക്ക് പോകുന്നതാണോ തോന്നുന്നത്? തീർച്ചയായും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നേരത്തെ എബി പറഞ്ഞതുപോലെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന പാലക്കാട് നഗരസഭ തന്നെയാണ്. നഗരസഭയിൽ കഴിഞ്ഞ തവണ അവർക്ക് 7000 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 9000-ലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു 10000-ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവർ സേഫ് സോണിലാണ്, സുരക്ഷിതമാണ് എന്നാണ് BJP ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ അവിടെ നടത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം ഇടതുമുന്നണിയും ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് കാർഡടക്കിയുള്ള പ്രചരണം നടത്തിയപ്പോൾ BJPക്ക് വേണ്ടി അവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയ താഴെത്തട്ടിൽ അവിടെ വോട്ടുറപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിയത് RSS ആണ്. സംഘപരിവാർ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, വീടുകൾ കേന്ദ്രീകരിച്ച് അവിടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ BJPക്ക് അകത്ത് പാലക്കാട് നഗരസഭയിൽ വലിയ തർക്കങ്ങളുള്ള ഒരു പ്രദേശമാണ്. മൂത്താൻ സമുദായം, അതായത് അവിടുത്തെ നഗരസഭയിലെ ഒരു പ്രബല സമുദായമാണ്. ഈ മൂത്താൻ സമുദായത്തിനകത്ത് BJPയുടെ എൻ ബ്ലോക്ക് വോട്ട് ബേസ് ആണ്, അല്ലെ വോട്ട് ബാങ്ക് ആണ്. ആ മൂത്താൻ സമുദായവും BJPയുമായി അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. മൂത്താൻ തറ എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ അവിടെയുണ്ട്. അവിടെ BJPക്ക് ഒരു ബൂത്തിൽ 900 മുതൽ 1000 വരെ ലീഡ് കിട്ടുന്ന ബൂത്താണ്. അവിടെ മൂത്താൻ സമുദായം ഇത്തവണ BJPയുമായി അത്ര നല്ല രസത്തിലല്ലായിരുന്നു. എന്നാൽ അവിടെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പറഞ്ഞു പരിഹരിക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് സന്ദീപ് വാര്യരുടെ ഒരു കൂടുമാറ്റം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി ഈ BJPയുമായി തെറ്റി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അടുപ്പിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അവരെ മുഴുവൻ അന്ന് വരെ ഉണ്ടായിരുന്ന BJPയുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. അതിനുശേഷം പുതിയ പ്രശ്നങ്ങൾ സന്ദീപ് വാര്യർ ഒറ്റ പ്രശ്നത്തിലേക്ക് എത്തുന്നു. അത് BJPക്ക് ഒരു അനുകൂല ഘടകമായി മാറുമെന്നാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. അതോടൊപ്പം തന്നെ പിരായിരി പഞ്ചായത്താണ് UDF-നും കോൺഗ്രസിനും എക്കാലത്തും ലീഡ് നൽകിയ ഒരു പഞ്ചായത്ത്. അവിടെ 6000-ഓളം വോട്ടിന് ലീഡ് ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ നഗരസഭയിൽ 6000 വോട്ട് അവിടെ ടാലി ചെയ്യുന്നത് പിരായിരി പഞ്ചായത്താണ്. പക്ഷേ പിരായിരി പഞ്ചായത്തിൽ കണക്ക് കൂട്ടിയ വോട്ട് ഇത്തവണ വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ വോട്ടിംഗ് ശതമാനം അത്രത്തോളം എത്തിയിട്ടില്ല. 9000-ൽ
പരം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ഏത് രൂപത്തിൽ ബാധിക്കും? അതോടൊപ്പം തന്നെ പിരായിരിയിൽ കഴിഞ്ഞ തവണ UDF 6000 വോട്ട് ലീഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതിൽ കുറച്ച് വോട്ടുകൾ സരിൻ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സരിൻ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളായിരിക്കും എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കണ്ണാടി പരമ്പരാഗതമായി നിതിൻ പ്രഭാകർ സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സന്ദീപ് വാര്യരുടെ BJP-യിൽ നിന്നുള്ള കോൺഗ്രസിലേക്കുള്ള കൂറുമാറ്റം ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സംഭവിച്ചത്. അത് വാസ്തവത്തിൽ ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പേ സംഭവിച്ചിരുന്നുവെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഏത് രീതിയിൽ അതിലേതെങ്കിലും ഒരു ഏകീകരിക്കപ്പെടൽ ഒന്നുകൂടി ശക്തമാകുമായിരുന്നോ എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അതിനെ ഒരു വിഭാഗമെങ്കിലും ഒരു BJP സംഘപരിവാർ പ്രത്യയശാസ്ത്രം ഉള്ളിൽ പേറുന്ന ഒരു വ്യക്തി അതേ പ്രത്യയശാസ്ത്രം ഉള്ളിൽ പേറിക്കൊണ്ട് തന്നെ വെറുപ്പിന്റെ കടയിൽ നിന്ന് ഞാൻ പോന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പോരാൻ കഴിയുന്ന ഒന്നല്ല എന്ന് അറിയാവുന്നവരാണ് എതിർഭാഗത്തുള്ളവർ. അപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എന്താണോ ആ വെറുപ്പ് കോൺഗ്രസിലേക്ക് കൂടി പകർന്നു കിട്ടിയിരിക്കുന്നു. ഇനി അത് കോൺഗ്രസിൽ പരക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെ ഒരു കാര്യം ഈ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഈ ഒരു കൂടുമാറ്റം സംഭവിച്ചിരുന്നുവെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒക്കെ ഏത് രീതിയിൽ വിന്യസിക്കപ്പെടുമായിരുന്നു എന്ന് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് ഞാൻ എബിയോട് നമ്മുടെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ബൂത്തിൽ നിന്ന് നമ്മുടെ അതുല്യ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അതുല്യയോട് ചില കാര്യങ്ങൾ എബി ചോദിക്കുക. അതുല്യ ജാർഖണ്ഡ് ഒപ്പം തന്നെ മഹാരാഷ്ട്ര എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത്. ഒപ്പം അതിൻ്റെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പരമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ അവസാന ഘട്ടങ്ങളിൽ കൂടുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഭരിക്കുന്ന BJP സഖ്യം അവർ വലിയ രീതിയിൽ ഇത്തവണയും അവർക്ക് തന്നെ ആയിരിക്കും മുൻതൂക്കമെന്ന നിലയ്ക്കുള്ള എക്സിറ്റ് പോളുകളൊക്കെ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു വിശ്വാസം തന്നെയാണ് NDA ക്യാമ്പ് നിലവിലുള്ളത്. ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഫലം അതുല്യ അതെങ്ങനെയായിരിക്കും? എബി, എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഈ ഒരു NDAയുടെ വിജയമാണ് പ്രവചിക്കുന്നത് എങ്കിലും ഇരു സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന പാർട്ടികളും ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ജാർഖണ്ഡിലേക്ക് പോവുകയാണെങ്കിൽ ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇത്രയധികം രാഷ്ട്രീയമായി അസ്ഥിരതയുള്ള മറ്റൊരു സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഇത്രയധികം രാഷ്ട്രീയ കൈമാറ്റങ്ങളിലൂടെ കടന്നുപോയ, അധികാര കൈമാറ്റങ്ങളിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ ഇത്രയധികം അസ്ഥിരമായിക്കൊണ്ട് നിലനിന്നു വന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. 2000 ഈ ഒരു സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ ഒരു 14 വർഷത്തിന് ശേഷമാണ് അവിടെ ഒരു മുഖ്യമന്ത്രി 5 വർഷം തികയ്ക്കുന്നത് പോലും. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ശേഷം ഇപ്പോൾ നിരവധിയായ രാഷ്ട്രീയ നാടകങ്ങളിലൂടെയാണ് JMM-ഉം ഹേമന്ത് സോറന്റെ JMM-ഉം മറ്റും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഒക്കെ തന്നെ ഹേമന്ത് സോറന്റെ ഒരു ജയിൽവാസത്തിനെല്ലാം ശേഷം വരുന്ന തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ JMM-നെയും അതുപോലെ തന്നെ ഹേമന്ത് സോറനെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെല്ലാം NDAക്ക് ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കൊക്കെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും JMM വളരെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഹേമന്ത് സോറന് ഉണ്ടായിരിക്കുന്ന ഒരു ജനപ്രീതി എന്ന് പറയുന്നത് ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഇതിലൊരു നിർണായകമായ ഘടകമായി മാറും. അതുപോലെ തന്നെയാണ് കൽപ്പന സോറന്റെ സാന്നിധ്യം. JMM-നെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വീഴാതെ കൊണ്ടുപോയത് കൽപ്പന സോറന്റെ ഒരു നയചാതുര്യം തന്നെയായിരുന്നു എന്ന് പറയാം. പ്രത്യേകിച്ചും ഹേമന്ത് സോറൻ ജയിലിലായ ആ ഒരു സമയത്ത് BJP-യുടെ തന്ത്രങ്ങളെ ഇവർ രണ്ടുപേരും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. രണ്ടുപേരും ഉണ്ടല്ലോ. തീർച്ചയായും കൽപ്പന സോറന്റെ പൊതുയോഗങ്ങളിലും അല്ലെങ്കിൽ കൽപ്പന സോറന് പിന്തുണയുമായി എത്തിയ ആ ഒരു ജനക്കൂട്ടത്തിലാണ് സത്യം പറഞ്ഞാൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുഴുവൻ പ്രതീക്ഷയും എന്നുള്ളതാണ്. വലിയ നേതാക്കളെക്കാൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വലിയ നേതാക്കളെ കൊണ്ടുവന്നപ്പോഴത്തേക്കാൾ ഹേമന്ത് സോറന്റെ പൊതുയോഗങ്ങളെക്കാൾ അധികം വലിയൊരാൾക്കൂട്ടം കൽപ്പന സോറനെ കാണാനും കേൾക്കാനും വേണ്ടി എത്തിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇടയിൽ വലിയ ഒരു
പിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ കൽപ്പന സോറിന് കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ താരപ്രചാരക സത്യത്തിൽ കൽപ്പന സോറനായിരുന്നു. അതുകൊണ്ട് തന്നെ കൽപ്പന സോറന്റെ കൂടി വ്യക്തിപ്രഭാവം ഇത്തവണ JMM-ന് വോട്ടായി മാറും എന്നാണ് ജാർഖണ്ഡിൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ ഗോത്രവർഗ അതുല്യ പറയുമ്പോൾ എനിക്ക് നേരെ മഹാരാഷ്ട്രയിലേക്ക് പെട്ടെന്ന് പോകാൻ തോന്നുകയാണ്. കാരണം ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നു, അത് വരട്ടെ. ജാർഖണ്ഡിനേക്കാൾ താല്പര്യം ഒരുപക്ഷെ ഇപ്പോൾ മഹാരാഷ്ട്രയോടായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്കും, ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയും വലിയ ക്ലൈമാക്സുകളും ആന്റി ക്ലൈമാക്സുകളും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മഹാരാഷ്ട്രയിൽ ഈ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തങ്ങളുടെ MLA-മാരെ ഹോട്ടലിലേക്ക് മാറ്റാൻ, ഒളിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി. അപ്പോൾ ഒരുപക്ഷെ അത് ഗോവയിൽ ഏതെങ്കിലും ഹോട്ടലിലായിരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ അവിടെ രാഷ്ട്രീയമായ കുതിരക്കച്ചവടത്തിന്റെ സാധ്യതകൾ വല്ലാതെ ഭയക്കുന്നു. അങ്ങനെ വലിയ ഒരു ക്ലൈമാക്സ്, ആന്റി ക്ലൈമാക്സ് സാധ്യത കൂടി മഹാരാഷ്ട്ര വോട്ടെണ്ണി കഴിയുമ്പോൾ ഉണ്ട്. എബി, അതുല്യ, ഉണ്ണി, നിതിൻ പ്രഭാകർ. ബനീഷ്, മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തന്നെ ഒരു കുതിര കച്ചവടത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളൊരു ചിത്രം തന്നെയാണ് ലഭിക്കുന്നത്. സാധാരണയായി ഇത്തരത്തിലൊരു ഓപ്പറേഷൻ താമര എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആ ഒരു കുതിര കച്ചവടം, അല്ലെങ്കിൽ പണം കൊടുത്ത് MLA-മാരെ വാങ്ങിക്കൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കേണ്ടി വരുന്ന ആ ഒരു രീതിയിലേക്ക് ഇത്തവണയും പോകുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി സഖ്യം ഇപ്പോൾ തന്നെ ഹെലികോപ്റ്ററുകളും റിസോർട്ടുകളും ഹോട്ടലുകളും എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആണ് പ്രചരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ജയപരാജയങ്ങൾക്കിടയിൽ എന്തായാലും ഈ ഒരു കുതിര കച്ചവടത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് ഇതിനു മുൻപുള്ള ചരിത്രമടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുതിര കച്ചവടം ഇത്ര വലിയൊരു ഭീഷണിയായി മാറുന്നത് നേരത്തെ തന്നെ അവിടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും ശിവസേനയും കോൺഗ്രസിനും ഇടയിൽ മുംബൈ, നാസിക്, അതുപോലെ തന്നെ വിദർഭ തുടങ്ങിയ ഇടങ്ങളിലെ ഈ 3 ഇടങ്ങളിലെയും സീറ്റുകൾ വിഭജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നിലനിന്നിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും അതിലൊരു തീരുമാനമായിരുന്നില്ല. അവസാനം ശരത് പവാറിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ശരത് പവാറിന്റെ മധ്യസ്ഥതയിൽ ആഴ്ചകൾ നീണ്ട ചർച്ച, അർദ്ധരാത്രി വരെ നീണ്ട 24 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ആ സീറ്റ് വിഭജനത്തിൽ ഒരു ധാരണയാകുന്നതും കോൺഗ്രസും ശിവസേനയും തമ്മിലുള്ള തർക്കത്തിന്, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിക്ക് ഒരു അറുതി വരുന്നതും. ഒരു ഘട്ടത്തിൽ മഹാവികാസ് അഘാടി സഖ്യം വലിയൊരു പ്രതിസന്ധി തന്നെ നേരിട്ടിരുന്നു. ഒരു പക്ഷേ വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകുമോ എന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധി വരെ ഈ 3 വിദർഭയും അതുപോലെ തന്നെ മുംബൈയിലെയും ബാന്ദ്ര വെസ്റ്റിലെയും എല്ലാം സീറ്റുകളെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ ആ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. എന്നാൽ അത് രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ വിജയം നേടുകയും BJP ഇത്തരത്തിൽ MLA-മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയുമാണെങ്കിൽ അത് തീർച്ചയായും ഈ സീറ്റുകൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. മുംബൈ, ബാന്ദ്ര വെസ്റ്റ്, അതുപോലെ തന്നെ നാസിക്, വിദർഭ എന്നീ സീറ്റുകൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും BJP ഇത്തരത്തിലൊരു സ്വാധീനത്തിന് ശ്രമിക്കുക. അത്തരത്തിൽ BJP-യിൽ നിന്നൊരു സ്വാധീന ശ്രമം ഉണ്ടായാൽ MLA-മാർ പോകാനുള്ള സാധ്യതയും കോൺഗ്രസിനെയും അതുപോലെ തന്നെ മഹാവികാസ് അഘാടി സഖ്യത്തിനെയും സംബന്ധിച്ച് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി ഈ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. എന്നാൽ കോൺഗ്രസിലും മഹാവികാസ് അഘാടി സഖ്യത്തിലും മാത്രമല്ല, ഇതേ തർക്കം അപ്പുറത്ത് മഹായുതി സഖ്യത്തിലും, ഭരണപക്ഷമായ മഹായുതി സഖ്യത്തിലും നിലനിൽക്കുന്നുണ്ട്. BJP-യും അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗവും അജിത് പവാറിന്റെ NCP-യും അടങ്ങുന്നതാണ് മഹായുതി സഖ്യം എന്ന് പറയുന്നത്. മഹായുതി സഖ്യത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജയിക്കുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലിയും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഏക്നാഥ് ഷിൻഡെ, ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയും ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാർ ഉപമുഖ്യമന്ത്രിമാരുമായാണ് ആ ഒരു ഭരണത്തിന്റെ ആ ഒരു സംവിധാനം നിലനിൽക്കുന്നത്. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളത്. അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ദേവേന്ദ്ര ഫട്നാവിസ് BJP-യുടെ ദേശീയ അധ്യക്ഷൻ അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ എത്തുകയും അദ്ദേഹം മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ള തീർത്തും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് തൊട്ട് മുൻപുള്ള നാളുകളിൽ BJP-യുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളെ പോയി കണ്ട് തന്റെ പിന്തുണ ഉറപ്പിക്കലാണ് അതിന് പിന്നിലുള്ളത് എന്നത് വ്യക്തമാണ്. ഇത് NCP-ക്കിടയിലും അതുപോലെ തന്നെ ശിവസേനയിലും മുറുമുറുപ്പുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്ത് വന്നാലും
എന്തായാലും കഴിഞ്ഞ തവണ അല്ലെങ്കിൽ മുന്നത്തെ തവണ ഉപമുഖ്യമന്ത്രിമാരായി സ്ഥാനം വഹിച്ചത് കൊണ്ട് തന്നെ ഇത്തവണ പുറകോട്ടില്ല. എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് പ്രധാനം എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണ ജയിക്കുകയാണെങ്കിൽ മഹായുതി സഖ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു പോരായിരിക്കും. ശിവസേനയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പോര് വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പോരും ഒപ്പം തന്നെ MLA-മാരെ കാത്തു രക്ഷിക്കേണ്ട അവസ്ഥ, കാത്തു സൂക്ഷിക്കേണ്ട അവസ്ഥ, കാത്തു സൂക്ഷിച്ച MLA മാമ്പഴങ്ങൾ കൈവിട്ടു പോകാൻ പാടില്ല എന്നുള്ള അവസ്ഥ, ഇത് കേരളത്തെ സംബന്ധിച്ചുകൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നു. കേരളത്തെ സംബന്ധിച്ചിട്ട് നേമത്ത് നിന്ന് ഒരു BJP MLA ഉണ്ടായതൊഴികെ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ BJPയുടെ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. നേമത്തിലൂടെ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് പാലക്കാട് BJPയുടെ തുടർച്ച ഉണ്ടാവുമോ എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷയാണ് ഈ നിമിഷങ്ങളിലുള്ളത്. ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എബി ജോൺ തോമസ് അതേപോലെ നിതിൻ പ്രഭാകർ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അവരിലേക്കാണ് പോകേണ്ടത് ഇനി. അതായത് ഇവിടെ ഇനി പാലക്കാട്ട് നിന്ന് ഒരു BJP MLA ഉണ്ടായി എന്ന് വിചാരിക്കുക. ഒരു പക്ഷേ കേരളത്തെ സംബന്ധിച്ചിട്ട് BJP MLA-മാരുടെ എണ്ണം കൂടുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറുന്നു എന്നും വിചാരിക്കുക. അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം മാറിയ സംസ്ഥാനങ്ങളിലാണ് പിൽക്കാലത്ത് ഈ പറഞ്ഞ MLA-മാരെ ഒളിപ്പിക്കേണ്ട രീതിയിലേക്ക് കൂടുവിട്ട് കൂടുമാറലിന് അതൊരു തെറ്റായ കാര്യമേ അല്ല. അതിലൊരു മനസാക്ഷിക്കുത്ത് ഒന്നും ഉദിക്കുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇവിടെ ഇപ്പോൾ അതിനുള്ള ഒരു കളമൊരുക്കത്തിൻ്റെ സൂചന പോലെ ഒരൊറ്റ സുപ്രഭാതത്തിലോ ഒരൊറ്റ ദുഷ്പ്രഭാതത്തിലോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുകയും അതിതീവ്രമായി സംസാരിക്കുകയും ചെയ്തൊരു വ്യക്തിക്ക് ഒരൊറ്റ സുപ്രഭാതത്തിൽ വെറുപ്പിൻ്റെ കട എന്ന ഒരു വാക്ക്, ഒരു ഉപമ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് മാറാൻ കഴിയുന്നു. തിരിച്ച് കോൺഗ്രസിൽ നിന്ന് LDF-ലേക്ക് മാറാൻ കഴിയുന്നു. ഇങ്ങനെ ഈ മാറ്റത്തിൻ്റെ പിറകിൽ വലിയ പ്രത്യയശാസ്ത്ര പരാധീനതകളൊന്നും അനുഭവിക്കേണ്ടതില്ല എന്നുള്ളത് വരുമ്പോൾ ഭാവിയിൽ കേരളത്തിലും ഈ പറഞ്ഞ ഹെലികോപ്റ്ററും ഹോട്ടൽ താമസങ്ങളും ഒക്കെ വേണ്ടി വരുമെന്നുള്ള ഒരു സംശയം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അതിനേക്കാൾ ആകാംക്ഷ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ തന്നെ ആണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് ഫലവും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് നമ്മൾ ദേശീയ തലത്തിലേക്ക് പോയി വന്നത്. കേരളത്തിലേക്ക് നമുക്ക് തിരികെ വരാം. അരമണിക്കൂർ ഇല്ല, ഇനി 25 മിനിറ്റ് ഇപ്പോൾ എണ്ണും എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. എണ്ണുന്ന ആ നിമിഷം തന്നെ നിതിൻ പ്രഭാകർ, KC ഉണ്ണികൃഷ്ണൻ, എബി ജോൺ തോമസ്, അതുല്യ, മേഘ്ന മുരളീധരൻ എന്നിവർ ആ വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ പ്രേക്ഷകരിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇനി ഇവരിലേക്ക് ഇതിൻ്റെ ഗിയറിംഗ് കൈമാറുകയാണ്. എബി ജോൺ തോമസിലേക്ക്, KC ഉണ്ണികൃഷ്ണനിലേക്ക്, നിതിൻ പ്രഭാകറിലേക്ക് ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ വ്യക്തമാക്കുക. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ഒരുക്കങ്ങൾ ആരംഭിച്ചതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഒപ്പം തപാൽ വോട്ടുകൾ എണ്ണുന്ന സമയം മുതൽ നമ്മുടെ വോട്ടെണ്ണൽ മുറിയായിട്ട് മാറണം നമ്മുടെ സ്ക്രീൻ. ആ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ എബി ജോൺ തോമസിലേക്കും KC ഉണ്ണികൃഷ്ണനിലേക്കും നിതിൻ പ്രഭാകറിലേക്കും ഇതിൻ്റെ ഗിയർ കൈമാറുകയാണ്. തീർച്ചയായും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അത് വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട തീരുമാനം. ആ നിലയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടും ഒപ്പം തന്നെ സർവീസ് വോട്ടുകളുമായിരിക്കും എണ്ണുക. അത് ഏതാണ്ട് 8:30 തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും. അതിനുശേഷമാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിലെ വോട്ടുകൾ എണ്ണുക. 14 റൗണ്ടുകൾ, 14 ടേബിളുകൾ ക്രമീകരിച്ചിരിക്കുന്നു. 14 ടേബിളുകളിലായി 13 റൗണ്ടുകളിലാണ് പാലക്കാട്ടെ വോട്ടെണ്ണൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇതിനെ ഈ ഘട്ടത്തിൽ, അതായത് അവസാന സമയത്തും MS പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ പാർട്ടി കൂടുമാറ്റം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഏതെല്ലാം വിധത്തിൽ കോൺഗ്രസിനെ അത് രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു വഴിയാകുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. എന്തെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടാക്കാൻ ഉണ്ടോ എന്നുള്ള ചോദ്യം. ഒപ്പം തന്നെ സന്ദീപിൻ്റെ വരവ് ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകളെ ഏതെങ്കിലും തരത്തിൽ ചെതറച്ച് കളയാനുള്ള സാധ്യതയുണ്ടോ? പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരത്തിൽ SDPIയുടെ പോലും പിന്തുണ അകമഴിഞ്ഞ് UDF-ന് കിട്ടുന്നൊരു സാഹചര്യമല്ലേ അവിടെ ഉള്ളത്. തീർച്ചയായും 2 വിധത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. സന്ദീപ് വാര്യരുടെ വരവ് അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ മുൻകാല പ്രസംഗങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ സന്ദീപ് വാര്യർ പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം ചർച്ചയാകുമ്പോൾ ന്യൂനപക്ഷ വോട്ടിലെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇടതു മുന്നണിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ എബി സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടി പ്രസക്തമാകുകയാണ്. തീവ്ര നിലപാടുള്ള SDPI ഇത്തവണ UDF-നാണ് പിന്തുണയ്ക്കുന്നത്. അവർ UDF-ന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ
സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും അടക്കം ഇടതുമുന്നണി വലിയ പരസ്യം നൽകിയിരുന്നു. ഈ പരസ്യം ഏതെങ്കിലും രൂപത്തിൽ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും. അത്തരത്തിൽ ഒരു 500 വോട്ടുകൾ ആ പരസ്യം കൊണ്ട് ഒരു മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ സരിന് അനുകൂലമായി അത്തരത്തിൽ വോട്ട് വരികയാണെങ്കിൽ അത് ബാധിക്കുക UDFന്റെ കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. ആ സന്ദീപ് വാര്യരുടെ ആ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള പ്രവേശനം. പക്ഷേ അത്തരത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ ഒരു ചെറിയ സാധ്യതയാണുള്ള, പക്ഷേ ഒരു വലിയ സാധ്യത സന്ദീപ് വാര്യർ തുറന്നിട്ടത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി BJP-യിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. BJP-ക്ക് നഷ്ടപ്പെടുമായിരുന്ന, അല്ലെങ്കിൽ BJP-ക്ക് പോൾ ചെയ്യാതിരിക്കുമായിരുന്ന വോട്ടുകൾ, പാലക്കാട് നഗരസഭയിലെ വോട്ടുകൾ കൃത്യമായി BJP-ക്ക് അനുകൂലമായി പോൾ ചെയ്യാൻ സാധിച്ചു. അവസാന 3 ദിവസങ്ങളിൽ BJP-യുടെ സംഘടനാ സംവിധാനം, അവിടെ അവർക്ക് എതിരാളി രാഹുൽ മാങ്കൂട്ടമല്ലായിരുന്നു, അല്ലെങ്കിൽ ഷാഫി പറമ്പിലല്ലായിരുന്നു, ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത രാഹുൽ മാങ്കൂട്ടം ജയിക്കുകയാണെങ്കിൽ അവിടെ സന്ദീപ് വാര്യരാണ് ജയിക്കുന്നത്. അതുകൊണ്ട് സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ നമുക്ക് പണിയെടുക്കണം. സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ നമുക്ക് BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം. ആ ഒരു പ്രചരണം അവർ അടിത്തട്ടിൽ ഇറക്കി, അല്ലെങ്കിൽ അത്തരം ഒരു പ്രചരണമാണ് അടിത്തട്ടിൽ അവസാനത്തെ 3 ദിവസം അവർ നടത്തിയത്. ആ പ്രചരണം അവർക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട്. ക്യാമ്പയിൻ RSS ഇത്രമാത്രം സജീവമായിട്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ആദ്യം മുതലേ ഇതിൽ ഇടപെടുന്നു, കൃത്യമായ രീതിയിലുള്ള നടപടികൾ നടത്തുന്നു. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും അവർ തമ്മിൽ അടിയും ബഹളവും ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് ഇത്തവണയാണ്. ഈ BJP-യെ സംബന്ധിച്ച് ഈ സൈബർ ഈ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ ഒരു സ്വീകാര്യത സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം യുവജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ അവിടെ ആളുകൾക്കിടയിലെല്ലാം തന്നെ സന്ദീപ് വാര്യർ ആ രീതിയിലാണ്, അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ ഷെയർ ചെയ്തു പോകുന്ന ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് സ്ഥാനാർത്ഥിക്കെതിരെ അതോടൊപ്പം തന്നെ ഈ നേതൃത്വത്തിനെതിരെയുള്ള ഒരു വിമർശനം വരുമ്പോൾ അതെല്ലാം തന്നെ വലിയ രീതിയിലൊരു BJP-യെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഇല്ലേ? തീർച്ചയായും BJP-യെ സംബന്ധിച്ചിടത്തോളം അത് സന്ദീപ് വാര്യർ ഉണ്ണി പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ BJP-യുടെ ഒരു ക്രൗഡ് പുള്ളറായിരുന്നു, അല്ലെങ്കിൽ BJP-യുടെ പ്രസംഗവേദികളിൽ ഒരു തീപ്പൊരി നേതാവായിരുന്നു. ആ സന്ദീപ് വാര്യരാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. ആ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ കടന്നു വരുമ്പോൾ കോൺഗ്രസ് വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയ സന്ദീപ് വാര്യർക്കൊപ്പം പാലക്കാട് നഗരസഭയിലെ കുറച്ച് ആളുകൾ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പുറത്തേക്ക് എത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എളുപ്പത്തിൽ തന്നെ വിജയിക്കാൻ കഴിയും, BJP-യുടെ വോട്ട് അവിടെ വിഘടിപ്പിക്കാൻ കഴിയും, ഭിന്നിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തകർക്കും. ദേവി പറഞ്ഞതുപോലെ RSS-ന്റെ ഒരു ഇടപെടൽ അവിടെ അവസാന നിമിഷത്തിൽ ഉണ്ടാകുന്നു. അവസരങ്ങൾ കൗൺസിലർമാരുടെ ഭാഗത്ത്, നഗരസഭയിലെ കൗൺസിലർമാരുടെ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ ആ അവസരങ്ങളെല്ലാം മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ അവസരങ്ങൾ പൂർണ്ണമായി അടിച്ചമർത്താൻ, ആ രൂപത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, അടിച്ചമർത്താൻ RSS-ന് കഴിഞ്ഞു, അല്ലെങ്കിൽ കൃത്യമായി അവർ അത് പരിഹരിച്ചു. ഇനി അത് വോട്ടായി മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇന്നറിയാൻ കഴിയും. BJP-യും അല്ലെങ്കിൽ RSS ക്യാമ്പും അവസാന നിമിഷവും പങ്കുവെക്കുന്ന ഒരു ആത്മവിശ്വാസം നഗരസഭയ്ക്കകത്ത് 7000 മുതൽ 9000 വരെ തങ്ങൾ ലീഡ് വർദ്ധിപ്പിക്കും. അത്തരത്തിൽ ലീഡ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കണ്ണാടിയിലും പിരായിയിലും മാത്തൂരിലും കഴിഞ്ഞ തവണത്തെ വോട്ട് ഇത്തവണ UDF-ന് ലഭിക്കില്ല. സരിൻ വോട്ട് പിടിക്കും, ഇടതുമുന്നണി വോട്ട് പിടിക്കും. അങ്ങനെയാകുമ്പോൾ ഒരു 2500 മുതൽ 5000 വോട്ടുകൾക്ക് ഇത്തവണ ഞങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയും. അവിടെ ഉണ്ണി പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ ഫാക്ടർ കൂടി ഒരു പക്ഷേ അത് ഇത്തരത്തിൽ ആണ് BJP കണക്കുകൂട്ടിയ രൂപത്തിലാണ് പോളിംഗ് നടന്നെങ്കിൽ സന്ദീപ് വാര്യർക്ക് വന്നത് കോൺഗ്രസിന് ഗുണകരമല്ല, കോൺഗ്രസിന് ദോഷകരമായി ബാധിച്ചു എന്ന് തന്നെ നമുക്ക് കൃത്യമായി വിലയിരുത്താൻ സാധിക്കും. ഇതിന്റെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കണക്കുകൂട്ടലും കിഴിക്കലും ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിരുന്നത് 15000 വോട്ടിന്റെ ഭൂരിപക്ഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്നാണ്. പക്ഷേ പിന്നെയുള്ള കണക്കുകളെല്ലാം തന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. 8000 വരെ വന്നു. അതിനുശേഷം അപ്പോഴും BJP ഏറ്റവും അവസാന ഘട്ടത്തിൽ പറയുന്നത് ഈ ഇതിനിപ്പോ പറഞ്ഞ 5000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതോടൊപ്പം തന്നെ ഈ ഞാനൊരു ഇടപെടൽ നടത്തുകയാണ്. എൻ്റെ സംശയം എന്ന് പറയുന്നത്, ഈ വോട്ടെണ്ണൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങളാണ്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നിർണായകമാണ് ഈ ഫലം എന്ന് പറയുന്നത്. ഈ ഫലങ്ങളിൽ വയനാടും അതേപോലെ പാലക്കാടും ചേലക്കരയും ഒരുമിച്ച് 3ഉം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചിട്ടുള്ള സ്ഥാനം വലിയ സ്ഥാനമായിരിക്കും, വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയും. എന്നാൽ അതിലൊരു പതർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഭ്യന്തരമായ ആക്രമണങ്ങൾ VD സതീശൻ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് അതിലൊരു കാര്യം. അതിനെ വിശദീകരിച്ച് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും അതേപോലെ തന്നെ ചേലക്കരയുമാണ് ഏറ്റവും പ്രധാനം.
അവിടെ വിജയം ഉണ്ടായില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമായിട്ട് പൊതുസമൂഹവും എതിരാളികളും ഒക്കെ വ്യാഖ്യാനിക്കുമെന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇനി അങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇല്ലെങ്കിലും ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPIM അതിൽ ഭരണവിരുദ്ധതയുടെ അംശങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയും ആ പരിശോധന അടിസ്ഥാനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള പാഠങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം വന്നതിൻ്റെ തൊട്ട് പിറകെ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു, തെറ്റ് തിരുത്താൻ പോകുന്നു എന്ന് പറയുകയും പിന്നീട് അത് മാസങ്ങളോളം ആ തെറ്റിദ്ധൽ പ്രക്രിയയെക്കുറിച്ച് പറയുകയും പിന്നീട് കാര്യങ്ങൾ എവിടെ പോയി എന്നുള്ളത് മറ്റൊരു കാര്യവുമാണ്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളുണ്ട്. VD സതീശനെ സംബന്ധിച്ചിട്ടും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അത് നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് സ്റ്റിയറിംഗ് തരികയാണ്. അതായത് ഈ വയനാടടക്കമുള്ള ഇടങ്ങളിലെ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവുകളെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിലുണ്ടാക്കുന്ന കുറവിനെ കുറിച്ചാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടു പോന്നിട്ടുള്ളത്. എന്നാൽ അതിലുപരിയായിട്ട് ഈ ന്യൂനപക്ഷ ഈ വോട്ടുകൾ, പോളിംഗ് ശതമാനം കുറഞ്ഞത് ആത്യന്തികമായിട്ട് BJPക്ക് അവിടെ ഗുണം ചെയ്യുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത്? വയനാട്ടിൽ വളരെ ആവേശത്തോടുകൂടി വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം വോട്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു വിഭാഗത്തിൽ BJP പ്രവർത്തകർ പെടുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അവിടുത്തെ പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട്. അതുകൊണ്ട് BJPയുടെ വോട്ടുകളൊക്കെ അവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പോളിംഗ് ശതമാനത്തിലെ കുറവും BJPയുടെ വോട്ടും തമ്മിൽ ബന്ധമില്ല. ആ വോട്ടുകൾ അവിടെ വോട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ വോട്ട് വിഹിതത്തിൽ ഇത്തവണ വലിയ ഉയർച്ച ഒരുപക്ഷേ വയനാട്ടിൽ BJPയെ സംബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം വിജയത്തിന്റെ ഒരു പ്രശ്നമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞത് ഇത് ഒരു കേരള രാഷ്ട്രീയത്തിലെ തുടർ ചലനങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഫലമായിരിക്കും അവിടെ നിന്ന് വരാനിരിക്കുക. അതിൽ രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഉരുളാൻ പോകുന്നത് VD സതീശന്റെയും ഒപ്പം തന്നെ K സുധാകരന്റെയും തലയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല ചോദ്യങ്ങൾക്ക് എവി പറഞ്ഞതുപോലെ സതീശന്റെയും അല്ലെങ്കിൽ K സുധാകരന്റെയും തല ഉരുളാൻ പോകുന്നു. പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പാലക്കാട്ടുകാരനായ ഷാഫി പറമ്പിലിനെ എന്തിന് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട്ടിലെ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധി റിയാസ് KMR ചേരുന്നു. അവിടുത്തെ കൊടുത്തായി ബൂത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിയാസ്, ഗുഡ് മോർണിംഗ്. എന്തായി വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയായോ? തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ഇവിടത്തേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ രാവിലെ മുതൽ തന്നെ കയറ്റിയിട്ടുണ്ട്. ഒരു പ്രത്യേകത, മറ്റെല്ലായിടത്തും രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ കൂടത്തായി സെന്റ് മേരീസ് LP സ്കൂളിലുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഇവിടെ ആരംഭിക്കുക രാവിലെ 8:30 അതിനൊരു കാരണമുള്ളത്, ഇവിടെയുള്ള തപാൽ വോട്ടുകൾ ഉൾപ്പെടെ വയനാട്ടിൽ നിന്നാണ്, കൽപ്പറ്റയിൽ നിന്നാണ് എണ്ണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 8:30 മാത്രമാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള തപാൽ വോട്ടുകൾ എന്ന് പറയുന്നത് 1096 വോട്ടുകളാണ്. ആ തപാൽ വോട്ടുകൾ വയനാട്ടിൽ നിന്ന് എണ്ണും. അതിനുശേഷം 8:30 മുതൽ ഇവിടെ വോട്ടെണ്ണൽ നടക്കും. സ്ട്രോങ് റൂമുകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. വോട്ടെണ്ണൽ ഹാളിൽ 14 ടേബിളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 14 റൗണ്ടായാണ് എണ്ണുന്നത്. ഓരോ ടേബിളിലും 4 വീതം ജീവനക്കാരായിരിക്കും ഉണ്ടാവുക. കൗണ്ടിംഗ് സൂപ്പർവൈസർ ഉണ്ടാവും, കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും, മൈക്രോ ഒബ്സർവർ ഉണ്ടാവും. ഒപ്പം തന്നെ വോട്ടിംഗ് യന്ത്രം കൊണ്ടുവരുന്ന ആ ജീവനക്കാരനും ഉണ്ടാകും. ഇതുകൂടാതെ 25% ഉദ്യോഗസ്ഥരെ റിസർവായും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ആകെ 14 റൗണ്ടാണ്. അതിൽ തപാൽ വോട്ടുകളാണ്. ഇവിടെ പ്രധാനമായും 13 റൗണ്ടുകളായിരിക്കും എണ്ണുക. എന്തായാലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറ്റിവിടുന്നുള്ളൂ. ഒരു പഴുതടച്ച സുരക്ഷയുണ്ട്. വയനാടിനെ സംബന്ധിച്ച് വലിയ അട്ടിമറിയൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല, അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം അത് സംബന്ധിച്ച ചർച്ചകളാണ് വയനാട്ടിൽ ഉയരുന്നത്. എത്രയായിരിക്കും കന്നി അംഗത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം? അത് രാഹുൽ ഗാന്ധിയെ മറികടക്കുമോ, അതല്ല ഭൂരിപക്ഷം കുറയുമോ? സത്യൻ മൊകേരി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമോ? 2014 കാണിച്ചതുപോലുള്ള ഒരു മികച്ച പ്രകടനം സത്യൻ മൊകേരിക്ക് ഇത്തവണ കാഴ്ചവെക്കാൻ സാധിക്കുമോ? 2014 അന്ന് MI ഷാനവാസിനെതിരെയായിരുന്നു അന്ന് സത്യൻ മൊകേരി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഇത്തവണ ദേശീയ തലത്തിൽ നിന്നുള്ള മുഖം പ്രിയങ്കാ ഗാന്ധി അവരുടെ കന്നി തെരഞ്ഞെടുപ്പ് അംഗത്തിന് വരുമ്പോൾ ആ ഒരു പ്രകടനം സത്യൻ മൊകേരിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമോ? പ്രിയങ്കാ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ ആ ഭൂരിപക്ഷം നേടാൻ സാധിക്കും
സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അല്പസമയത്തിനകം അറിയാം. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് K. സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ട് വിഹിതം പിടിക്കാൻ കഴിയുമോ, അതല്ല ഗണ്യമായ വോട്ട് വിഹിതം കുറയുമോ, വയനാട് ദുരന്തമല്ല മുണ്ടക്കൈ ചുരുൾമല ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ എത്രമാത്രം വോട്ടെടുപ്പിന് സാരമായി ബാധിച്ചിട്ടുണ്ട്, പോളിംഗ് ശതമാനത്തിലെ കുറവ് ആർക്കായിരിക്കും തിരിച്ചടിയാവുക തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം അതിന് നമ്മൾ ഇനിയൊരു 3/4 മണിക്കൂർ കൂടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിന്റെ ആദ്യ ഫല സൂചനകൾ രാവിലെ 8:30 ലഭ്യമാകും വയനാടിന്റെ. പക്ഷേ തിരുവമ്പാടിയിൽ നിന്നുള്ളത് രാവിലെ 9 മണിയോടുകൂടിയായിരിക്കും സൂചനകൾ ലഭ്യമായി തുടങ്ങുക. MS ഇനി നമ്മളുടെ ഇലക്ഷൻ ഡെസ്കുമായിട്ട് ബന്ധപ്പെടുക. ഇനി ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് KC ഉണ്ണികൃഷ്ണൻ, എബി ജോൺ തോമസ്, നിതിൻ പ്രഭാകർ, അതുല്യ രാമേന്ദ്രൻ, മേഘ്ന മുരളി എന്ന നമ്മുടെ വോട്ടെണ്ണൽ ഡെസ്ക് റിയാസുമായിട്ട് സംസാരിക്കും. എബി ജോൺ തോമസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയാസ് KMR തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മോട് സംസാരിക്കുന്നത്, കൂടത്തായിയിൽ നിന്ന്. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടുത്തെ പോളിംഗ് ശതമാനത്തിൻ്റെ വലിയ കുറവ് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കുകയുണ്ടായി. അത് BJPക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുമോ, അവരുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ? MS ഇതിൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ, അതായത് പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നു, രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി വരുന്നു. അപ്പോൾ വയനാട് മണ്ഡലത്തിൽ എന്തായാലും അത് UDFന്റെ ഒരു കുത്തക മണ്ഡലം കൂടിയാണ്. ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഇതിന് മുമ്പത്തെ ഒരു ഘട്ടത്തിൽ പ്രധാനമായി ഈ സ്ഥാനാർത്ഥി തർക്കമൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത് ഏത് കുറ്റിച്ചൂരിൽ നിർത്തിയാലും കോൺഗ്രസിന്റെ പാനലിലാണെങ്കിൽ ഉറപ്പായും ജയിക്കും എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സര രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അന്ന് രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടുന്നു. തൊട്ടടുത്ത വർഷം പക്ഷേ അത്രമാത്രം ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നില്ല. ഇത്തവണ എന്തായാലും എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയെന്ന് പറഞ്ഞാലും 5 ലക്ഷം എന്ന് പറയുന്ന ഒരു സ്വപ്ന നമ്പറിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത് അവിടെ BJPയുടേതെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് 1,1,5 ലക്ഷത്തോളം വോട്ടാണ്, 1 ലക്ഷത്തിനടുത്ത് വോട്ടാണ്. പക്ഷേ അത് ഇത്തവണ അത്രമാത്രം വോട്ടിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. കാരണം പോളിംഗ് ശതമാനത്തിനുണ്ടായിരിക്കുന്ന ഗണ്യമായിട്ടുള്ള കുറവുണ്ട്. പക്ഷേ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു നില തന്നെയാണ് BJP ക്യാമ്പിലും ഉള്ളത്. പക്ഷേ ഒരിക്കലും BJPയുടെ വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മുൻതൂക്കം ഉണ്ടാകാനുള്ള സാധ്യത തുലോം തുച്ഛമാണെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. ഒപ്പം തന്നെ ഈ സത്യൻ മൊകേരിയുടെ കൃത്യമായിട്ടുള്ള ഒരു പോരാട്ടം, മികച്ചൊരു പോരാട്ടം ഒരുപക്ഷെ ഈ സമയത്ത് കാണാൻ കഴിയുമെന്നുള്ളത്. കാരണം ഈ 3 തെരഞ്ഞെടുപ്പുകളും വരുത്തിവെച്ച തെരഞ്ഞെടുപ്പുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഒപ്പം വരുത്തിവെച്ച ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വയനാടിനെ സംബന്ധിച്ചിട്ട് വയനാട് ദുരന്തമുണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ആ ആഘാതവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ലഭിക്കാത്തതിലുള്ള വലിയ പ്രതിഷേധമുണ്ട്. പ്രധാനമന്ത്രി ഇവിടെ വരികയും അവിടുത്തെ ആശുപത്രി സന്ദർശിക്കുകയും കുട്ടികളെ തലോടുകയും ഒക്കെ ചെയ്തത് 3 ക്യാമറകൾ വെച്ച് ചിത്രീകരിച്ച് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട് അത് വൈകാരികമായൊരു അംശമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത് കഴിഞ്ഞു പോയിട്ട് പിന്നെ ഒന്നും സംഭവിച്ചില്ല, വാഗ്ദാനങ്ങളും നിറവേറ്റപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഈ സഹായം തരാതെ ആദ്യം കണക്ക് തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചതുകൊണ്ട് നിൽക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഒരു അമർഷം ഒരു പക്ഷേ വോട്ടായിട്ട് മാറിയിട്ടുണ്ടാവാം എന്നുകൂടി കരുതേണ്ടതുണ്ട്. റിയാസ് KMRനോട് അതേക്കുറിച്ച് ചോദിക്കുകയാണ്. റിയാസ് KMR, ഈ പറഞ്ഞ ഘടകം അവിടെ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ടാവും? വോട്ടെണ്ണുമ്പോൾ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? വയനാട്ടിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് MS. അതിൻ്റെ ഒരു കാരണം MS സൂചിപ്പിച്ചത് തന്നെയാണ്. അവിടെ ഒരു വലിയ ദുരന്തമുണ്ടാകുന്നു, ഒരു മഹാദുരന്തമുണ്ടാകുന്നു. അതിനെ കേവലം ഒരു 3 വാർഡുകളിലെ ദുരന്തം മാത്രമായി ചുരുട്ടിക്കെട്ടുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ അടക്കമുള്ള BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനെതിരെ നമ്മൾ പ്രതിഷേധം കണ്ടതാണ്. ഹർത്താൽ ഉണ്ടാകുന്നു, LDF UDF സംയുക്തമായി ഒരു ഹർത്താൽ വയനാട്ടിൽ നടത്തുന്നു. ആ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ ഹർത്താൽ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനു മുന്നോടിയായി തീർച്ചയായും അന്നത്തെ ആ ഒരു പ്രധാനമന്ത്രിയുടെ വരവിന് നേരിട്ട് സാക്ഷിയായവരാണ് ഞാനും എബിയുമൊക്കെ. അന്ന് പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി ദുരന്ത സ്ഥലത്ത് നേരിട്ട് വരുന്നു. അതിനു മുൻപ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം വന്നപ്പോഴും ഇല്ലാത്ത അത്ര പ്രതീക്ഷ ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്ന ഒരു കാര്യത്തിലുണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രി അവിടെ കാണിച്ച കുട്ടികളോടുൾപ്പെടെ ചേർത്ത് നിർത്തി കാണിച്ച ആ ഒരു പ്രകടനം, അദ്ദേഹം
അദ്ദേഹം അത് പ്രകടനമല്ല, വാത്സല്യം തന്നെയാണ് എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അപ്പോൾ മാത്രമല്ല BJP നേതാക്കൾ പറയുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകൾ തരാതെ ഈ പണം ദുരുപയോഗം ചെയ്തതിന്റെ ചരിത്രമുണ്ട്. അതൊക്കെ ജനത്തിന് മനസ്സിലാക്കാൻ കഴിയും. ആ മനസ്സിലാക്കൽ ഈ വോട്ടെണ്ണൽ കഴിയുമ്പോൾ വ്യക്തമാകുമെന്നാണ് BJPയും പറയുന്നത്. എന്തായാലും അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഈ വോട്ടെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വോട്ടെണ്ണൽ വേളയിൽ കൃത്യമായിട്ടും തിരിച്ചറിയപ്പെടും. ഇനി നമ്മൾക്ക് വിശകലനങ്ങൾക്ക് ഇനി സാധ്യതയില്ല, വിശകലനങ്ങൾക്ക് പ്രസക്തിയില്ല. ഇനി നേരെ വോട്ടെണ്ണലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എണ്ണും എന്നുള്ളത് നമ്മളിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി 5 നിമിഷങ്ങളുടെ പോലും സമയമില്ല. അതുകൊണ്ട് ഇനി ഈ വോട്ടെണ്ണൽ പ്രക്രിയ എങ്ങനെയായിരിക്കും എന്നുള്ളതിലേക്ക് നമ്മൾക്ക് പോകാം. ഇലക്ഷൻ ഡെസ്കിലേക്ക് പോകുന്നു, വോട്ടെണ്ണൽ ഡെസ്കിലേക്ക് പോകുന്നു, കൗണ്ടിംഗ് ഡെസ്കിലേക്ക് പോകുന്നു. വോട്ടെണ്ണൽ പ്രക്രിയയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കി വരുമ്പോഴേക്കും വോട്ട് എണ്ണിത്തുടങ്ങും, തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ഇനി തിരിഞ്ഞു നോട്ടമില്ലാതെ ഒരൊറ്റ വഴിയിൽ വോട്ടെണ്ണുന്നതിൻ്റെ പ്രക്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതിലേക്ക് കടക്കുകയാണ്. വോട്ട് എണ്ണിത്തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കും, പിന്നെ ഏതൊക്കെ സമയത്ത് നമ്മൾക്ക് ആദ്യ ഫലസൂചനകൾ നൽകാൻ കഴിയും, അങ്ങനെ ഫലസൂചന വരുമ്പോൾ തന്നെ അത് വിശ്വസിച്ചിരിക്കാമോ? ഹരിയാനയിലെ വോട്ടെണ്ണൽ നമ്മളുടെ മുന്നിലുണ്ട്. ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ക്ലൈമാക്സുകളും ആൻറ്റി ക്ലൈമാക്സുകളും ട്വിസ്റ്റുകളും വന്നത് എങ്ങനെയാണ്? അതൊരു സൂപ്പർ ഹിറ്റ് ഷാജി കൈലാസ് പഴയ മോഡൽ സിനിമ പോലെയോ ഇപ്പോഴത്തെ ആവേശം സിനിമ പോലെയോ കണ്ടിരിക്കാവുന്ന രീതിയിലായിരുന്നു അതിൻ്റെ മലക്കം മറിച്ചിലുകൾ. അതുകൊണ്ട് ഇനി നമ്മൾക്ക് വോട്ടെണ്ണലിലേക്ക് തിരിയാം. വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കാൻ പോകുന്നു. എ ബി ജോൺ തോമസ്, KC ഉണ്ണികൃഷ്ണൻ, നിതിൻ പ്രഭാകർ പറഞ്ഞോളൂ. തീർച്ചയായും MS പാലക്കാട് ചേലക്കര വയനാട് ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളും അതോടൊപ്പം തന്നെ ഹോം വോട്ടുകളുമാണ്. ഹോം വോട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് 80 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഇത്തവണ വീട്ടിലെത്തി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ പാലക്കാട് ഞാൻ മനസ്സിലാക്കുന്ന 1410 വോട്ടുകളാണ് ഇത്തരത്തിൽ എണ്ണാനുള്ളത്. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. എന്നാൽ ഇത് ഒരു ട്രെൻഡായി എടുക്കാൻ നമുക്ക് കഴിയില്ല. 1410 വോട്ടുകൾ മാത്രമാണ് പാലക്കാട് എണ്ണാനുള്ളത്. അത്തരത്തിൽ വയനാട്ടിലും പിന്നെ ചേലക്കരയിലും. എന്നാൽ 8:30 തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ആദ്യ ട്രെൻഡ് പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എബിയും ഉണ്ണിയും MS എല്ലാം പറഞ്ഞതുപോലെ ആദ്യഘട്ടങ്ങളിൽ BJP ഒരു സമഗ്രമായ ലീഡ് BJPക്ക് ഉണ്ടാകും. ആ ലീഡ് മറികടക്കാൻ ഏകദേശം 7-8 അല്ലെ 7-8 റൗണ്ടിന് ആദ്യത്തെ 10 റൗണ്ട് വരെ കൃത്യമായും BJPയുടെ ലീഡ് തന്നെയായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 7ാമത്തെ റൗണ്ട് ഉണ്ടെന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും BJPക്ക് ലീഡിൽ ഒരു നേരിയ കുറവുണ്ടാകാനുള്ള സാധ്യത കാണുന്നത്. വളരെ നിർണായകമായ ഒരു റൗണ്ടായി തന്നെയാണ് കോൺഗ്രസിന് വളരെ കഴിഞ്ഞ തവണ കൃത്യമായ രീതിയിൽ മികച്ച രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചു. ഒറ്റ റൗണ്ടിൽ തന്നെ 1600 പരം വോട്ടുകൾ ആ ഘട്ടത്തിൽ കോൺഗ്രസ് നേടാൻ കഴിഞ്ഞു. അങ്ങനെ വലിയ രീതിയിൽ ആ സമയത്ത് 4000 പരം ഉണ്ടായിരുന്ന ആ ഒരു ലീഡ് BJPയുടെ ലീഡ് അത് 3000 കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും BJPയുടെ ലീഡ് തന്നെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 10 റൗണ്ട് വരെ നിർണായകമാണ്. 10 റൗണ്ട് വരെ കൃത്യമായും BJPയുടെ ലീഡ് തന്നെയായിരിക്കും. ബാക്കി ഉള്ള പഞ്ചായത്തുകൾ എണ്ണുന്ന ഘട്ടത്തിലായിരിക്കും. പിരായിരി പഞ്ചായത്തിലേക്ക് വരുന്ന 8ാമത്തെ റൗണ്ട് 11ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ പിരായിരി പഞ്ചായത്തിലെ കണക്കുകൾ വന്നു തുടങ്ങും. ആ ഘട്ടത്തിലായിരിക്കും പിന്നീട് ഒരു UDFന്റെ മുന്നേറ്റം ഉണ്ടെന്ന്. ആ സമയത്ത് UDF മുന്നോട്ട് വന്നില്ല എങ്കിൽ കൃത്യമായ രീതിയിൽ അവിടെ വേറൊരു ട്രെൻഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും 11ാമത്തെ റൗണ്ട് എണ്ണുന്നത് വരെ പാലക്കാട് ട്രെൻഡ് എന്നാണ് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. 11ാമത്തെ ട്രെൻഡ് അല്ലെങ്കിൽ റൗണ്ട് എണ്ണി കഴിയുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും അവിടുത്തെ ട്രെൻഡ് എന്നാണ് ഒരു സാമാന്യമായിട്ടുള്ള നമുക്കൊരു കണക്കിലേക്ക് എത്താൻ കഴിയുക. ആ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനം, അതായത് നമ്മൾ 1, 2, 3 എന്നിട്ട് കഴിഞ്ഞാൽ 1ാമത് BJP, 2ാമത് UDF, 3ാമത് LDF. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും സതീശനും സുധാകരനൊക്കെ തന്നെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു നിലയുണ്ടാകും. അത് മറിച്ചാണെങ്കിൽ സ്ഥിതി അങ്ങനെ ആയിരിക്കില്ല. മറിച്ചാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത് ഇന്ന് തന്നെ പൊട്ടിത്തെറികൾ ആരംഭിക്കും. കാരണം സതീശനെതിരെ സുധാകരനെതിരെ പാർട്ടിക്കകത്ത് വലിയ വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ നിർത്തിയത് അവിടെയായിരുന്നു. BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലത്തിൽ നിന്ന് എന്തിന് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുപോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. 2ാമത്തെ ചോദ്യം, പത്തനംതിട്ടയിലെ അടൂർ നിയമസഭാ മണ്ഡലത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിനെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു? ആ 2 ചോദ്യങ്ങളുണ്ട്. അതിന് ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, കെ മുരളീധരന് സീറ്റ് കൊടുക്കാത്തൊരു വിഷയം കൂടി, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും പാലക്കാട് DCC ഒന്നടങ്കം കെ മുരളീധരൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി ഇവിടേക്ക് വേണ്ട എന്ന് പറഞ്ഞ് AICC നേതൃത്വത്തിന് മല്ലികാർജുൻ ഖാർഗെക്കടക്കം കത്ത് നൽകിയിട്ട് അതിനെ എല്ലാം മറികടന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിലെ ഒറ്റ പിടിവാശിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മത്സരിക്കണം.
എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി? ഷാഫിയുടെ പിടിവാശിക്ക് മുമ്പിൽ പാർട്ടി എന്തിന് വഴങ്ങി തുടങ്ങിയ ചോദ്യങ്ങൾ ഇന്ന് മുതിർന്ന നേതാക്കൾ ഉന്നയിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടം അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ, അതല്ല രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് കെ സുധാകരനേക്കാൾ ഉപരി വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അപ്രമാദിത്വത്തിന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സന്ദീപ് വാര്യരെ UDF കൊണ്ടുവരാനായിട്ട് ചർച്ച നടത്തിയത് വളരെ രഹസ്യ ചർച്ചാ കാര്യങ്ങൾ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ തന്നെ വിലയിരുത്തപ്പെട്ട ഒരു തീരുമാനങ്ങൾ ചർച്ചകൾ വരുന്നത്. അതിൽ ചുക്കാൻ പിടിച്ചത് വി ഡി സതീശൻ, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ ബെന്നി ബെഹനാൻ എന്ന ഈ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ ഈ നേതാക്കളുടെ തീരുമാനം തെറ്റായി പോയോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നതാണ്. തീർച്ചയായും വിമർശന ശരമുണ്ടാവും. പക്ഷേ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നേരിയ വോട്ടിനായാൽ പോലും വിജയിച്ചാൽ എബി പറഞ്ഞതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത, ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ വി ഡി സതീശൻ വളരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം തോൽവിയാണെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയം കലങ്ങി മറിയും. പ്രതിപക്ഷ നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ മറു ഗ്രൂപ്പുകാർ ആവശ്യപ്പെടുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. അവിടെയാണ് സതീശൻ സ്വയം ഏറ്റെടുക്കുന്നത്. ഞാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും എന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നെന്ന് സതീശൻ ഒരു മുഴം മുമ്പേ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി എന്ത് സംഭവിക്കുമെന്ന ഒരു കൃത്യമായ ചിത്രം നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും. 8:30 ആദ്യ ഫലസൂചനകൾ വരും. 8:15 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുമ്പോൾ ആദ്യ സൂചനകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. 8:30 വോട്ടിംഗ് മെഷീന്റെ ആദ്യ സൂചനകൾ എത്തിക്കാൻ കഴിയും. എന്തായാലും വയനാട് UDF ആണ് എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി എന്നതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യം.